A very good evening to all. And the voice clear ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Good evening all. നമ്മളിന്ന് നീറ്റ് ഫൈനൽ സ്പ്രിൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഇയറിലെ ചാപ്റ്റേഴ്സാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നീറ്റിന് പ്രതീക്ഷിക്കാം. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററാണ്. 2 ക്വസ്റ്റ്യൻ ഷുവറാണ്. കഴിഞ്ഞ 2023 അറൗണ്ട് 3 ക്വസ്റ്റ്യൻസ് അതിന് ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ഒന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിനോട് കണക്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്റർ ചോദിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുണ്ടായിരുന്നു. പിന്നെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന മോഡേൺ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. മോഡേൺ ഫിസിക്സ് നമുക്ക് 5-6 ക്വസ്റ്റ്യൻസ്, ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ 3 ചാപ്റ്ററിന് 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയ ചാപ്റ്റേഴ്സാണ്, പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. ഇത്രയും ചാപ്റ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങൾ മീൻസ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് നീറ്റ് ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നീറ്റ് എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ മുന്നേയും പിന്നെയുമുള്ള കാര്യങ്ങൾ, മീൻസ് ആ ടോപ്പിക്കിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, ആ ടോപ്പിക്കിന് ശേഷം വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളതിങ്ങനെ കഴിയുന്നതും അതിങ്ങനെ റീകളക്ട് ചെയ്യാൻ നോക്കണം, റീകോൾ ചെയ്യാൻ നോക്കണം. ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കണ്ടാൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങിക്കോളുക. ഓക്കെ, so let's begin with the first question. നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. The first question is from the chapter alternating current. Alternating current എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. An AC voltage is applied to a resistance R. An AC voltage is applied to a resistance R and an inductor L in series. എന്നുവെച്ചാൽ ഒരു LR സർക്യൂട്ടാണ്, റെസിസ്റ്ററും ഇൻഡക്ടറും സീരീസായി കണക്ട് ചെയ്ത് വെച്ച സർക്യൂട്ടാണ്. ഇഫ് R ആൻഡ് ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആർ ബോത്ത് ഈക്വൽ ടു 3 ohm. R എന്ന റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും രണ്ടും 3 ohm ആണ്. എന്ന് വെച്ചാൽ ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമ്മൾ XL വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് പറയുന്നതും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് പറയുന്നതും റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ടും 3 ohm ആണെന്ന ക്വസ്റ്റ്യൻ പറയുന്നത്. The question is to find the phase difference between the applied voltage and the current in the circuit. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. കറണ്ടും വോൾട്ടേജും നമ്മളെ ഫേസ് ഡിഫറൻസാണ് ചോദിച്ചത്. നമ്മുടെ കയ്യിൽ റിലേഷൻ ഉണ്ടല്ലോ ടാൻ ഫൈ എന്ന് പറയുന്നത്. ടാൻ ഫൈ എന്ന് പറയുന്നത് LCR സർക്യൂട്ടിൽ അത് XLും XCയും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു LR സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ജസ്റ്റ് XL/R ചെയ്താൽ മതി. കപ്പാസിറ്റർ ഇല്ലാത്തതുകൊണ്ട് XC ഈ സർക്യൂട്ടിൽ 0 ആണ്. പക്ഷേ XLും Rഉം ഈക്വൽ ആയതുകൊണ്ട് രണ്ടും 3 ohm ആയതുകൊണ്ട്, ഹായ് പൊന്നൂസ്, ഹായ് സാറ,
സാർ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, ശരിയാണ്. XL by R എന്ന് പറയുന്നത് 3/3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ tan phi 1 ആണെങ്കിൽ phi എന്ന് പറയുന്നത് tan phi 1 ആണെങ്കിൽ phi എന്ന് പറയുന്നത് π/4. phi എന്ന് പറയുന്നത് എത്രയാണ്? π/4. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് LCR സർക്യൂട്ടിൽ എങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് കാണുക, അത് XL-ഉം XC-യും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ ടോട്ടൽ റിയാക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ബൈ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുമ്പോൾ XL-ൻ്റെയും XC-യുടെയും റിസൾട്ടൻ്റ് ആണ്. XL-ൻ്റെയും XC-യുടെയും റിസൾട്ടൻ്റ് XL-ഉം XC-യും ഓപ്പോസിറ്റ് ഫേസിൽ ആ ഫേസർ ഡയഗ്രം നോക്കിയാൽ കാണാൻ പറ്റും. അത് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് tan phi കിട്ടും, അത് നമുക്ക് phi കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ phi നിങ്ങൾക്ക് tan phi നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ എന്തെങ്കിലും വാല്യൂ ആണെന്നുണ്ടെങ്കിൽ phi എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് ആ വാല്യൂ ആയിരിക്കും. റെഡി? അപ്പോൾ സംഭവം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ ലൈറ്റ് വേവ്സ്? ലൈറ്റ് വേവ്സിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇൻ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഈച്ച് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഈച്ച് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഓരോ ആംപ്ലിറ്റ്യൂഡിനേക്കാളും ഇൻഡിവിജ്വൽ വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കുറവായിരിക്കും റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണെന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ A1 മൈനസ് A2ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വരിക. സപ്പോസ് ആ A1 ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. ഈ A1-നും A2-വും തമ്മിലുള്ള ഡിഫറൻസ് A1-നേക്കാളും A2-നേക്കാളും കുറവാണെന്നല്ല നിർബന്ധമുണ്ടോ? ഇല്ല, അത് കുറവാകാം അല്ലാതിരിക്കാം. ഫോർ എക്സാമ്പിൾ A1 ഒരു 8 യൂണിറ്റാന്ന് വിചാരിച്ചോ, A2 ഒരു 3 യൂണിറ്റാന്ന് വിചാരിച്ചോ. അപ്പോൾ 8ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 അല്ലേ? അത് 8-നേക്കാളും 3-നേക്കാളും കുറവാണോ? അല്ല. അത് 8-നേക്കാൾ കുറവാണ്, പക്ഷേ 3-യേക്കാൾ കുറവാണോ? അല്ല. ഈച്ച് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കുറവാണോ? അല്ല. അപ്പോൾ 8 - 3 ഇനി അത് ആവാം. മേ ബി ഇപ്പോൾ 8ഉം 6ഉം ആണ് രണ്ട് A1 A2 എന്ന് വിചാരിച്ചോ. അപ്പോൾ 8 - 6 ചെയ്താൽ എന്താ കിട്ടുക? അത് 2 ആണ്. അത് A1-നേക്കാളും A2-നേക്കാളും കുറവാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഈച്ച് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. പിന്നെ എന്താ ആൻസർ വരിക? ഇൻ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ദ റിസൾട്ടന്റ്, ഓപ്ഷൻ ബി നോക്ക്. ഇൻ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് മേ ബി സ്മോളർ ദാൻ ഈച്ച് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്സ്. മേ ബി സ്മോളർ ദാൻ, സ്മോളർ ആയേക്കാം. റെഡി? സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A1 + A2 ആയിരിക്കും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആകുമ്പോൾ A1 - A2 ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. എ പ്രോട്ടോൺ, എ ന്യൂട്രോൺ and an alpha particle with same kinetic energy enter into a uniform magnetic field at right angles to the field. The ratio of the radii of their respective circular path. This question is from the chapter Moving Charges and Magnetism. Moving Charges and Magnetism എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് സർക്കുലർ മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് ആംഗിൾസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ദ റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ഫോർമുല നമുക്കറിയാം, അത് mv/qb ആണ്. mv എന്ന് പറയുന്നത് മൊമെന്റം ആണ്. ഈ മൊമെന്റത്തിന് ഞാൻ മാറ്റി എഴുതുന്നു. ഈ ക്വസ്റ്റ്യന് കൺവീനിയൻസ് എന്ന് പറയുന്നത് സെയിം കൈനറ്റിക് എനർജിയിൽ ഈ 3 പാർട്ടിക്കിൾസും പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ഈ 3 പാർട്ടിക്കിൾസും സെയിം കൈനറ്റിക് എനർജിയിൽ എൻ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ ആ മൊമെന്റത്തെ നമ്മൾ √2m × കൈനറ്റിക് എനർജി എന്ന് കൈനറ്റിക് എനർജിയുടെ ടേംസിൽ റേഡിയസിനെ റെപ്രസെന്റ് ചെയ്താൽ ഈ പ്രോബ്ലം നമുക്ക് ഈസിയായി. ഇനി നോക്കുക, ക്വസ്റ്റ്യനിൽ പറയുന്നു കൈനറ്റിക് എനർജി സെയിം ആണ്, സെയിം ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്നു. 2 എന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ബൈ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ. ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ. സോ റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഈസ് ടു റേഡിയസ് ഓഫ് ന്യൂട്രോൺ ഈസ് ടു റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. സാറ പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നാണ്. സോറി സാറ, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഒന്നുകൂടെ ചെക്ക് ചെയ്യും, ഒന്നുകൂടെ ചെക്ക് ചെയ്യും. RP = RD = R alpha. P proton, D deuteron,
ആൽഫ എന്താണ് പ്രോട്ടോൺ? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 1H1 ആണ്. ഡ്യൂട്രോൺ എന്താ സാധനം? അത് 1H2 ആണ്, ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ്. ആൽഫ എന്താ സാധനം? അത് 2He4 ആണ്. റെഡി? അപ്പോൾ റേഷ്യോ കാണാൻ പോകണം. റൂട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ charge of proton is 2. Root of mass of deuteron divided by charge of deuteron is 2. Root of mass of alpha particle divided by charge of alpha. So this is equal to mass of proton and the other atomic mass unit and approximately divided by charge of proton with E. Ready? And the is to root of and the mass of deuteron 2 atomic mass unit. എന്നുവെച്ചാൽ 2 times of mass of proton എന്ന് വേണമെങ്കിൽ പറയാം. ചാർജ് ഓഫ് ഡ്യൂട്രോൺ എന്താ? ഒരു പ്രോട്ടോൺ ആ ഡ്യൂട്രോണിലുള്ളത്, അപ്പോൾ ഒരു ഇ. ഇനി റൂട്ട് ഓഫ് മാസ് ഓഫ് ആൽഫ എന്താ? ഹീലിയത്തിൻ്റെ മാസ്, അത് 4 atomic mass unit ആണ്. ഡിവൈഡഡ് ബൈ യെസ് സാറ, നൗ യു ആർ റൈറ്റ്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ശരിയാണ്. √4u divided by ചാർജ് ഓഫ് ആൽഫ. ചാർജ് ഓഫ് ആൽഫ എന്താ വരുന്നത്? ചാർജ് ഓഫ് ആൽഫ വരുന്നത് 2 പ്രോട്ടോണിൻ്റെ ചാർജ് 2e. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്കിത് മാറ്റി എഴുതാൻ പറ്റും. ദിസ് ഇസ് റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഈസ് ടു റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ ഈസ് ടു റേഡിയസ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു. ഇത് ചെയ്താൽ എന്താണ് വരിക? ഇത് ഫസ്റ്റ് ഇത് 1 അല്ലേ? ഇത് 1. സോ 1:2. അടുത്തത് √2:2. നോക്കുക, ഇവിടെ √4 എന്താ? 2. താഴെ എന്താ? 2. അപ്പോൾ 1 ആയില്ലേ? സോ 1:2:1. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് വേറെ രൂപത്തിലൊക്കെ ചോദിക്കാം. സപ്പോസ് നമ്മളോട് ചോദിച്ചത് സെയിം കൈനറ്റിക് എനർജി എന്നതിന് പകരം സെയിം സ്പീഡ് എന്നായിരുന്നുവെങ്കിൽ, സെയിം കൈനറ്റിക് എനർജി എന്നതിന് പകരം സെയിം സ്പീഡ് എന്നായിരുന്നെങ്കിൽ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പോൾ V കോൺസ്റ്റന്റ്, B കോൺസ്റ്റന്റ്, R പ്രൊപ്പോർഷണൽ ടു M/Q. ചിലപ്പോൾ നിങ്ങളോട് പറയാ ദ പാർട്ടിക്കിൾസ് ആർ പ്രൊജക്റ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് വിത്ത് സെയിം മൊമെന്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ MV കോൺസ്റ്റന്റ്, B സെയിം, അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു 1/Q. ചിലപ്പോൾ നിങ്ങളോട് പറയാ ദ പാർട്ടിക്കിൾസ് ആർ പ്രൊജക്റ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ബൈ ആക്സിലറേറ്റിംഗ് ത്രൂ സെയിം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഈ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾ മാറ്റിയിട്ട് Q × പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന റിലേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം വീണ്ടും ഇതേപോലെ തന്നെ സൂക്ഷിച്ച് ചെയ്താൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Okay, അടുത്ത question number 4. The number of turns of the coil of a moving coil galvanometer is increased by number of turns increased in order to increase its current sensitivity by 50%. Current sensitivity കൂട്ടാനും വേണ്ടി ഒരു കോയിലിൻ്റെ number of turns 50%, കറണ്ട് സെൻസിറ്റിവിറ്റി 50% കൂട്ടാനും വേണ്ടി ഒരു കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി. എന്താ കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ 5/I ആണ്. യെസ് സാറ, വെരി ഗുഡ്. ഫോർത്ത് ഓപ്ഷൻ ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. 5/I എന്ന് പറയുന്നത് NAB/C ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ്ഡ് ബൈ 50% എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ വിൽ ബി. ആ ഗാൽവനോമീറ്ററിൻ്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്രയായിരിക്കും? ദ ആൻസർ വിൽ ബി 0%. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വിൽ നോട്ട് ബി ചേഞ്ച്ഡ്. വി കനോട്ട് ചേഞ്ച് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ബൈ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് ടേൺസ്. കാരണം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 5/by വോൾട്ടേജ് ആണ്, അഥവാ IR ആണ്. ദിസ് ഇസ് ഈക്വൽ ടു NAB/CR.
ഇനി ഇവിടെ നോക്കുക, ഇതിൽ ഏരിയ കൂട്ടിയിട്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടാം, ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടാം, ടോർഷണൽ കോൺസ്റ്റന്റ് കുറഞ്ഞ സ്പ്രിംഗ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടാം. ബട്ട് യു കനോട്ട് ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ്, ബിക്കോസ് ആസ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ, റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ ഓൾസോ ഇൻക്രീസസ്. n പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, n പ്രൊപ്പോർഷണൽ ടു r, കാരണം L പ്രൊപ്പോർഷണൽ ടു R. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ ലെങ്ത് കൂട്ടേണ്ടി വരും, ലെങ്ത് കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. സോ number of turns increases, resistance of the coil also increases in such a way that n by r remains constant. n by r എന്തായി നിൽക്കും? കോൺസ്റ്റന്റ് ആയി നിൽക്കും. അതുകൊണ്ട് we cannot change the voltage sensitivity by changing the number of turns. So the change in voltage sensitivity is 0%. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Moving on to the next question, number 5. Consider a rod of length 2 meter. This question is from the chapter Electromagnetic Induction. Consider a rod of length 2 meter, moving with the velocity 2 meter per second in a magnetic field of magnitude 2 millitesla. അപ്പോൾ L ലെങ്ത് ഉള്ള 2 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 2 മില്ലി ടെസ്ല ഇന്റൻസിറ്റി ഉള്ള മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നു. ഈ വെലോസിറ്റി ഓഫ് റോഡ്, ലെങ്ത് ഓഫ് റോഡ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. വാട്ട് ഈസ് ദ EMF ഡെവലപ്ഡ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ദ റോഡ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു BLV അല്ലടാ, ഇതിൽ ബിയും എല്ലും വിയും പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. നമുക്കറിയാം ഈ EMFൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് B.L×V ആണ്. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, ബോക്സ് BLV ആണ്. B.L×V. It may be written as L.V×B or V.B×L. ഇതിൽ ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് പാരലൽ ആയി കഴിഞ്ഞാൽ, ഇത് ഞാൻ സാന്ദർഭികമായി പറയുന്നത് മാത്രം, ബിയും എല്ലും പാരലൽ ആണെങ്കിൽ, അതല്ല എല്ലും വിയും പാരലൽ ആണെങ്കിൽ, അതല്ല മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പാരലൽ ആണെങ്കിൽ ഈ കേസിൽ EMF 0 ആകും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അത് 0 അല്ല. ബിക്കോസ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഓൾ ദ 3 ക്വാണ്ടിറ്റീസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. 3 ക്വാണ്ടിറ്റീസും പരസ്പരം പെർപെൻഡിക്കുലർ ആ. സോ വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദിസ് ഇക്വേഷൻ is equal to BLV. B എന്ന് പറയുന്നത് 2 മില്ലി ടെസ്ല 2 × 10⁻³ L എന്ന് പറയുന്നത് ലെങ്ത് 2 ആണ്, V എന്ന് പറയുന്നത് വെലോസിറ്റി 2 ആണ്. സോ 2 × 2 4, 4 × 2 8, 8 × 10⁻³ 8 മില്ലി വോൾട്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല, അതിലേതെങ്കിലും കോമ്പണൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇത്ര ആംഗിൾ ഉണ്ടാക്കി പോകുമ്പോൾ ആ വെലോസിറ്റിൻ്റെ കോമ്പണൻ്റ് എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6ൽ എ തിൻ റിംഗ് ഓഫ് റേഡിയസ് R ഹാസ് ചാർജ് Q യൂണിഫോംലി സ്പ്രെഡ് ഓൺ ഇറ്റ്. ഒരു തിൻ റിങ്, ആ തിൻ റിങ്ങിൽ എന്തുണ്ട്? ചാർജ് ഉണ്ട്. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര റേഡിയസ്? റേഡിയസ് R ആണ്. R റേഡിയസ് ഉള്ള ഈ തിൻ റിങ്ങിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് Q ആണ്. The ring rotate about its axis with a constant frequency F. ഈ റിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് with a constant frequency F. അങ്ങനെയാണെങ്കിൽ the value of the magnetic induction at the center of the ring. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചാർജിൻ്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ, ചാർജ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ചാർജ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കതിനൊരു കറണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഒരു ക്ലോസ്ഡ് പാത്തിൽ ചാർജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു കണ്ടക്റ്റിംഗ് റിങ്ങിൽ കറണ്ട് ഉണ്ടെങ്കിൽ ആ റിങ്ങിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല μ0I/2R ആണ്. എന്താണ് I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് പറഞ്ഞാൽ ചാർജ് ബൈ ടൈമാണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരിയഡാണ്. 1/ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ
1 by time period എന്ന് പറഞ്ഞാൽ Q into frequency എന്ന് എഴുതാൻ പറ്റും. So B is equal to mu 0 Q into frequency divided by 2R. Mu 0 Q frequency by 2R. Sixth question. Option A is the right answer. Yes, very good. Option A is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് question number 7. This question is from the chapter nuclei. ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്ററിൽ ആകെ 4-5 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ആ 5 ടോപ്പിക്കും തറോ ആക്കി വെച്ചാൽ ഷുവറാണ് നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ മാർക്ക് എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 8 മാർക്കാണ്. 8 മാർക്ക് മാറ്റാൻ എത്രത്തോളം റാങ്ക് ചേഞ്ച് ചെയ്യും നീറ്റ് എക്സാമിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കും മിസ്സാക്കരുത്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇൻ ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ, നിങ്ങൾക്ക് ആ റിയാക്ഷൻ അവിടെ കാണാം. The mass number of D is 182 and atomic number is 74. ഇതിൻ്റെ മാസ് നമ്പർ 182 ആണ്. മാസ് നമ്പർ 182 ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 74 ആണ്. അറ്റോമിക് നമ്പർ 74. അപ്പോൾ ഇത് അറ്റോമിക് നമ്പർ 74, മാസ് നമ്പർ 182. ഓക്കെ ഓക്കെ നോക്കാം നമുക്ക്. സാറ് പറയുന്നു 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന്. ചെയ്ത് നോക്കാം. ഇനി ആൽഫ ഡി കെ സംഭവിച്ചു. ഡിക്ക് ആൽഫ ഡി കെ സംഭവിച്ച് D1 ആയി. ഡിക്ക് ആൽഫ ഡി കെ സംഭവിച്ച് D1 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഫ ഡി കെയിൽ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2 ആൻഡ് മാസ് നമ്പർ ഡിക്രീസസ് ബൈ 4. അപ്പോൾ 74 ഉള്ളത് എന്താകണം? 72 ആകണം. 182 ഉള്ളത് 4 കുറഞ്ഞിട്ട് എന്താവണം? 178 ആവണം. പിന്നെ നടക്കുന്നത് ബീറ്റ മൈനസ് ഡി കെ ആണ്. ബീറ്റ മൈനസ് ഡി കെയിൽ മാസ് നമ്പർ ചേഞ്ച് ചെയ്യൂല, 178 തന്നെ. എന്നാൽ atomic number will increase by 1. അപ്പോൾ 73. റെഡി അല്ലേ? അപ്പോൾ ബീറ്റ ഡി മൈനസ് ഡി കെയിൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടി. ഇനി വീണ്ടും ആൽഫ ഡി കെ ആണ്. ആൽഫ ഡി കെയിൽ വീണ്ടും അറ്റോമിക് നമ്പർ 2 കുറയും. അപ്പോൾ 73 ഉള്ളത് 71, 178 ഉള്ളത് 4 കുറഞ്ഞിട്ട് 174 ആകും. പിന്നെ നടക്കുന്നത് ഗാമ ഡി കെ ആണ്. ഗാമ ഡി കെയിൽ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് നിന്ന് ഒരു പാർട്ടിക്കിളും എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നും ന്യൂക്ലിയസ് ഒരു ഡി എക്സൈറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഗാമ ഡി കെ നടത്തുന്നത്. സോ during gamma decay only de-excitation of nucleus takes place. There is no change in the atomic number or mass number. Nucleus in the atomic number lo mass number lo change illa. Appo same 71 thanne 174 thanne. Yes, 174 and 71. Option A is the right answer. Clear aanu ennu vicharikkunnu. Question number 8. Two beams of light having intensities I and 4I. This question is from the chapter Wave Optics. Yes, wave optics എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റർഫറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The two beams of light having intensities I and 4I interfere to produce a fringe pattern on a screen. The phase difference between the beams is π/2 at a point A. A എന്ന പോയിന്റിൽ ഈ ലൈറ്റ്സ് എത്തുന്ന സമയത്ത്, ഈ വേവ്സ് എത്തുന്ന സമയത്ത് ഫേസ് ഡിഫറൻസ് π/2 ആണ്. ആൻഡ് π at a point B, the difference between the resultant intensities at A and B. എ എന്ന പോയിന്റിൽ ഇൻറ്റൻസിറ്റി എന്താണ്? ഇൻറ്റൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to I1 plus I2 plus 2 root I1 I2 cos 5. സോ എ എന്ന പോയിന്റിൽ എത്തുമ്പോൾ I is equal to I1 എന്താ? I2 എന്താ? 4I. എന്നാൽ ഫേസ് ഡിഫറൻസ് π/2 ആയതുകൊണ്ട് cos π/2 0 ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 5I. ഇനി ബി എന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി നോക്കുമ്പോൾ അവിടെ I പ്ലസ് 4I. അവിടെ എത്ര ഫേസ് ഡിഫറൻസ്? യെസ്, അത് 2 റൂട്ട് I1 I2 എന്നല്ലേ ഇവിടെ വരിക. 2 റൂട്ട് I1 I2. അപ്പോൾ I ഇൻറ്റു 4I into cos pi. Cos pi എന്ന് പറഞ്ഞാൽ -1. സോ ദിസ് ഇസ് ഈക്വൽ ടു I പ്ലസ് 4I 5I മൈനസ് കോസ് പൈ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ 4I² റൂട്ട് എടുക്കുമ്പോൾ 2I into 2 അതെത്ര? 4I. സോ ദിസ് ഇസ് I. സോ IB എന്ന് പറഞ്ഞാൽ എന്താണ്?
I. And the question, difference between the intensities at the point A and B, IA minus IB is equal to 5I minus I is equal to 4I. So option B, eighth question, option B is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Ready? Okay. Question number 9. Alternating current in the chapter in the base of the question in an alternating circuit, the applied voltage and flowing current are EMF E is equal to, or voltage E is equal to 0 sin omega t and I is equal to I 0 sin omega t plus pi by 2 respectively. Then the average power consumed in the circuit will be average power consumed in the circuit. And that AC circuit power consumption equation. I think average power consumed in the Varnal VRMS into IRMS cos phi ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ V0/2 ഇൻറ്റു I0/2 cos phi എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോറി, V0 I0/2 cos phi എന്നത് പറ്റും. VRMS ആണ് V0/√2 I0/√2 cos phi എന്ന് എഴുതാം. അപ്പോൾ ഈ കേസിൽ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസാ. ഇവിടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നോക്കുമ്പോൾ അത് π/2 ആണ്. ഫേസ് ഡിഫറൻസ് π/2 ആണെങ്കിൽ ആൻസർ എത്ര? cos π/2 വരുമ്പോൾ 0 ആകും. ദർ ഇസ് നോ പവർ ഡിസിപ്പേഷൻ. പവർ ഡിസിപ്പേഷൻ ഇല്ല. ദിസ് മേ ബി an inductor only circuit or a capacitor only circuit. അതല്ലെങ്കിൽ LC സർക്യൂട്ട്. ഓക്കെ, ഈ കേസിൽ എന്തുണ്ടാവില്ല? പവർ ഡിസിപ്പേഷൻ ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്, റിസ്വാന കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 10. നോക്കാം നമുക്ക്. The two rails of a railway track insulated from each other and the ground are connected to a millivoltmeter when a train passes at a speed of 180 km/h along the track. Speed of the train തന്നിട്ടുണ്ട്, അത് 180 km/h ആണ്. Find the reading of the voltmeter. രണ്ട് റെയിൽസിൻ്റെ കണക്റ്റഡ് ടു എ insulated from each other and the ground are connected to a millivoltmeter. എന്ന് വെച്ചാൽ രണ്ട് റെയിൽസിൻ്റെ അക്രോസിൽ ഒരു വോൾട്ട്മീറ്റർ ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ എന്ത് റീഡ് ചെയ്യും? വോൾട്ടേജ് റീഡ് ചെയ്യും, EMF റീഡ് ചെയ്യും. ഗിവൺ ദാറ്റ് ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുണ്ട്, ട്രെയിൻ പോകുന്ന വെലോസിറ്റി ഉണ്ട്. vertical component of Earth's magnetic field 0.2 into 10⁻⁻⁴ Weber per meter square. Rails are separated by 1 meter. എന്താ കണ്ടുപിടിക്കുന്നത്? റീഡിംഗ് ഓഫ് ദ വോൾട്ട്മീറ്റർ. എന്നുവെച്ചാൽ ആ വോൾട്ട്മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കണം. ഇതും E=BLV തന്നെയല്ലേ യൂസ് ചെയ്യേണ്ടത്? അതെ. എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്? 0.2 into 10⁻⁻⁴. ലെങ്ത് എത്ര പറയുന്നത്? ദ റെയിൽസ് ആർ സെപ്പറേറ്റഡ് ബൈ എത്ര ഡിസ്റ്റൻസ്? 2 rails insulated from each other are connected to millivoltmeter. സ്പീഡ് തന്നിട്ടുണ്ട്. given the vertical component of earth magnet, the rails are separated by 1 meter. അപ്പോൾ ലെങ്ത് 1 meter. വെലോസിറ്റി എത്രയാണ്? 180 km/h. 180 km/h എന്ന് പറഞ്ഞാൽ 180 into 5/18 meter/second. This is equal to 50 meter/second. though 50. So this is equal to 50 into 0.2 എന്ന് പറയുമ്പോൾ എത്ര? 50 into 2 എന്ന് പറഞ്ഞാൽ യെസ്, അപ്പോൾ 50 into 0.2 എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 10 into 10⁻⁻⁴ 10⁻⁻³ volt. So this is equal to 1 millivolt. Option D, question number 10, option D is the right answer. Yes, Mustaqim, Rizwana K, Zara, പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. Option D is the right answer. പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. നമ്പർ 11. 2 parallel long wires are kept 0.2 meter apart. രണ്ട് ലോങ് സ്ട്രൈറ്റ് പാരലൽ വയേഴ്സാ 0.2 meter അപ്പാർട്ടാണ്. അപ്പോൾ രണ്ട് പാരലൽ വയേഴ്സ് ഉണ്ട്. അവർക്കിടയിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട്, അത് 0.2 meter അപ്പാർട്ടാണ്. വാക്വത്തിലാണ് വെച്ചിരിക്കുന്നത്. രണ്ടിലും കറണ്ട് ഉണ്ട്. രണ്ടിലും കറണ്ട് എക്സ് ആംബിയർ ആണ്. ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇതിലും കറണ്ട് ഉണ്ട്. ഇതിലെ കറണ്ടും എക്സ് ആണ്, ഇതിലെ കറണ്ടും എക്സ് ആണ്. If the force of attraction per meter of each wire is 2 into 10⁻⁻⁶ Newton.
നമുക്കറിയാം രണ്ട് കണ്ടക്ടേഴ്സിൽ പാരലൽ കണ്ടക്ടേഴ്സിൽ സെയിം ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അതിൽ കറണ്ടുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ വിത്ത് ഈക്വൽ ഫോഴ്സ്. അതൊരു ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആൻഡ് വി ഹാവ് ദ ഫോർമുല ഫോർ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് μ0 I1 I2 divided by 2 pi r Newton per meter. This is equal to μ0 എന്ന് പറഞ്ഞാൽ 4 pi into 10 raised to minus 7. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട് 2 into 10 raised to minus 6 അല്ലേ. ഫോഴ്സ് പെർ മീറ്റർ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിരിക്കുന്നത് 2 into 10 raised to minus 6. I1ഉം I2ഉം രണ്ടും എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 pi into എത്ര പറയുന്നത് യെസ് 0.2 മീറ്റർ, 0.2 മീറ്റർ. അപ്പോൾ ഇത് 4 pi, ഇത് 2 pi, ഇത് 2, ഇത് 2, ഇത് 0.2, അപ്പോൾ ഇത് 10 അപ്പോൾ എക്സ് സ്ക്വയർ 10 into 10 raised to minus 7, 10 raised to minus 6. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 raised to minus 6ഉം ലെഫ്റ്റിൽ 10 raised to minus 6ഉം ഇവിടുത്തെ 10 raised to minus 6 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, എക്സ് ഈസ് ഈക്വൽ ടു √2. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം √2 എന്ന് പറഞ്ഞാൽ എന്താണ് 1.414. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1.4. Yes, Zara, 11th question, option C is the right answer. Rizwana K, correct answer, option C. Ready? Question number 12. This question is from the chapter Electromagnetic Induction. A coil is placed in a magnetic field B as shown below. A current is induced in the coil because magnetic field is. ശരിക്കും ശ്രദ്ധിക്കുക. സാധാരണ നമ്മളോട് കോയിലിരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡും ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഒക്കെ തന്ന് ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇന്ന രൂപത്തിൽ ചേഞ്ച് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നാണ് ചോദിക്കാറുള്ളതെങ്കിൽ ഇത് നേരെ തിരിച്ചാ. ഇതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ആരെങ്കിലും ഞാൻ പറഞ്ഞു തീർക്കുന്നതിൻ്റെ മുന്നേ പറയുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കുക, ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ്. And according to Lenz's law, we know that the direction of induced current is to oppose the change in magnetic flux responsible for its production. Induced current ഉണ്ടാവാൻ കാരണമായ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണോ? യെസ്, റിസ്വാന കെ, സാറ, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാൻ കാരണമായ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യാനാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ശ്രമിക്കുക. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം അറിയാം, പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങൾക്കാണ് സാധ്യത ഉള്ളത്. ഒന്ന്, പുറത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റീസൺ പുറത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് വരികയും ആ പുറത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ, ഇവിടുന്ന് പുറത്തോട്ട് ഫീൽഡ് ഉണ്ടായി ആ ഫീൽഡ് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് തന്നെ ഫീൽഡ് അപ്ലൈ ചെയ്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യാൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് ശ്രമിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡിക്രീസിങ് ആവാം. ഇനി രണ്ടാമത്തെ ചാൻസ് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് വരാം. അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാം. ഇവിടുന്ന് അകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്താൽ കറസ്പോണ്ടിംഗ്ലി ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ആര്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ പുറത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാകും. ഓരോ ഓപ്ഷനും നോക്കുക, ഔട്ട്വേർഡ് ആൻഡ് ഡിക്രീസിങ് വിത്ത് ടൈം. യെസ്, ഓപ്ഷൻ എ ഇറ്റ് സെൽഫ് ഈസ് ദ റൈറ്റ് ആൻസർ. എന്താ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് കോയിൽ ആൻഡ് ഡിക്രീസിങ് വിത്ത് ടൈം ആയാൽ എന്തായിരിക്കും? ഓപ്ഷൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തായിരിക്കും? എന്തായിരിക്കും? യെസ്, അത് 0 ആയിരിക്കും. കാരണം there is no flux linked with this coil if the magnetic field lines are parallel to the plane of this coil. ഈ പ്ലെയിന് പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. പിന്നെ അവിടുത്തെ ഫീൽഡ് എന്ത് ചേഞ്ച്
ആയിട്ടും കാര്യമില്ല. അപ്പോൾ ഓപ്ഷൻ ബിയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് 0 ആയിരിക്കും. ഓപ്ഷൻ സിയിൽ ഔട്ട്വേർഡ് ആൻഡ് increasing with the time. Yes, Mustaqim, you are right. Outward and increasing with the time. അങ്ങനെ ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരിക, പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് കോയിൽ ആൻഡ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. അപ്പോൾ ഈ കേസിൽ ക്ലോക്ക് വൈസ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുക, ഈ കേസിലും ഇൻഡ്യൂസ്ഡ് കറണ്ട് 0 ആയിരിക്കും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. റെഡി അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. Question number 13. A magnet of magnetic moment 50 I cap ampere meter square. ഇതാണ് magnetic moment. Is placed along the axis in a magnetic field. Magnetic field തന്നിട്ടുണ്ട്. Torque acting on the magnet. എടാ, torque acting on the magnet എന്ന് പറഞ്ഞാൽ അത് M cross B അല്ലേ? M cross B അല്ലേ? എന്താ M cross B ചെയ്ത് അവിടെ കിട്ടുക? ഇത് 50 I cap ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ? 0.5 I cap പ്ലസ് 3 J cap. This is equal to 50 I cross 0.5 I. ഇതിൽ I cross I വരും, അത് 0 ആകും. പിന്നെ 50 I cross 3J, 50 into 3, 50 into 3 equal to 150. I cross J, K cap. Option B is the right answer. Question number 13. Yes, 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 Safwan, yes, Rizwana, yes, Zara. Correct ആണ് നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ്. ഓക്കെ. Yes, Mustaqim, you are right. Option B is the right answer. Question number 14. Question number 14, yes, ഇത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇതിന് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എന്താ 2023 ചോദിച്ചിട്ട് നീറ്റിന്. അവിടെ കണ്ടക്ടറിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അവിടെ കണ്ടക്ടറിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. ഇതാണ് 2023 നീറ്റിൽ സെക്ഷൻ ബിയിൽ ചോദിച്ച ചോദ്യം. ഓക്കെ, നമുക്കിവിടെ വേറെ അതിൻ്റെ രൂപത്തിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം നമുക്ക്. എ ഹെയർ പിൻ ലൈക്ക് ഷേപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഈസ് മെയ്ഡ് ബൈ ബെൻഡിങ് എ ലോങ് കറന്റ് ക്യാരിയിങ് വയർ. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P which lies on the center of the semicircle? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ നോക്ക്. ഇതൊരു പോർഷനായിട്ട് എടുക്കുന്നു. അതിൽ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട്. ഈ പോർഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറും ആ സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ആക്സിസിൽ വരുന്നൊരു പോയിന്റുമാണിത്. റെഡി? ആ സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ആക്സിസിൽ വരുന്നൊരു പോയിന്റാണിത്. സോറി, ആക്സിസിലല്ല, സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ഈ എൻഡിന് നേരെ വരുന്നൊരു പോയിന്റാണിത്. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്കൊരു സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയർ കാണാം. ഒരു സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഈ സെമി ഇൻഫിനിറ്റ് ലോങ് വയർ കറണ്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് ഇവിടെ കാണാൻ പറ്റും. ഈ കറണ്ടാണ് ഇവിടെ ഒരു ഫീൽഡ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്ന പോർഷൻ ഒരു സെമി സർക്കുലാർ പോർഷനാണ്. ഒരു സെമി സർക്കുലാർ പോർഷൻ. ഇതെന്താ സാധനം? സെമി സർക്കുലാർ പോർഷൻ. ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോർഷൻ, ഇത് സെക്കൻഡ് പോർഷൻ, ഇത് തേർഡ് പോർഷൻ. ഇതൊക്കെ നിങ്ങൾ വളരെ ഫാസ്റ്റായി ചെയ്ത് പോയിട്ടുണ്ടാകണം. ഇതൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, ഫസ്റ്റ് പോർഷൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ഫീൽഡാണ്. അതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണടാ. അത് μ0 I ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ μ0 I ബൈ റിസ്വാന കെ പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്നാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. μ0 I ഡിവൈഡഡ് ബൈ μ0 I റിസ്വാന കെ ഒന്നും കൂടെ നോക്കിട്ടോ, ഒന്നും കൂടെ നോക്ക് ആൻസർ ശരിയാണോ എന്നുള്ളത്. μ0 I ഡിവൈഡഡ് ബൈ 2πr ആണ് ഇൻഫിനിറ്റ്ലി ലോങ് വയറിൽ നിന്നും വയറിൻ്റെ ആക്സിസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസുള്ള ഫോർമുല, പെർട്ടിക്കുലർ ഡിസ്റ്റൻസുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല. ഇത് സെമി ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ μ0 I ബൈ 4πr. അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കി. എനിക്ക് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണിച്ചു തരാൻ
ഇല്ല കാണൂല. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്ക്. നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ആസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ പ്ലെയിൻ. ഇനി B2 നോക്ക്. B2 എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ കാരണം ഇവിടുത്തെ ഫീൽഡാണ്. അതും μ0I ഡിവൈഡഡ് ബൈ 4πr ആണ്. ഡയറക്ഷൻ നോക്കുമ്പോൾ ഡയറക്ഷൻ നോക്കുമ്പോഴും അതും മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണ്. B3 നോക്ക്, അത് സെമി സർക്കിളാണ്. അത് μ0I ബൈ സർക്കിളിൻ്റെ സെൻറ്റർ ഫോർമുല μ0I/2r ആണ്. സെമി സർക്കിൾ μ0I ബൈ 4r വരും. അതും ഫീൽഡ് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് കാരണം സെൻറ്റർ ഓഫ് കർവേച്ചറുള്ള ഫീൽഡ് അകത്തോട്ട്. അപ്പോൾ മൂന്നും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്താൽ നെറ്റ് ഫീൽഡ് കിട്ടും. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ μ0I/4r കോമൺ ആണ് പുറത്തെടുത്തു. ഇനി അകത്ത് എന്താ ഉള്ളത്? 1/π പ്ലസ് 1/π 2/π പ്ലസ് 1. So this is equal to μ0I divided by 4r into 2 plus pi by pi. So μ0I by 4πr into 2 plus pi. μ0I by 4πr into 2 plus pi. Option B is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Okay. Clear അല്ലടാ? Option B clear അല്ലേ? Option B clear അല്ലേ? Yes, Mustaqim, Zara, 14B, Rizwana K, B, Mustaqim B, Rizwana K. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 15. എക്സാം എടുത്തിട്ടോ വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളൊന്നും പഠിച്ച് സമയം കളയാതെ ഉള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആക്കി വെക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഈ എക്സാമിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. നിങ്ങൾ ഇതുവരെ എഴുതിയ മോക്ക് ടെസ്റ്റുകളിലും ഇതുവരെ എഴുതിയ മോഡൽ എക്സാമുകളിലും എല്ലാത്തിലും നിങ്ങൾ പെർഫോം ചെയ്തതിനേക്കാളും ഏറ്റവും മികച്ച രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ മാർക്കുകളിലെ ഏറ്റവും ബെസ്റ്റ് സ്കോർ തന്നെ നീറ്റ് എക്സാമിന് കിട്ടും. അങ്ങനെ വിശ്വസിക്കുക. അതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നല്ല സമാധാനത്തോടെ ധൈര്യമായിട്ടിരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 15. Statement 1. The maximum wavelength for hydrogen in the Lyman series is given by 1/λ is equal to 1/λ is equal to 3r/4. 3r/4, where r is the Ribach's constant. Okay, maximum wavelength Lyman സീരീസിൽ 1/λ 3r/4 ആണെന്ന് പറയുന്നു. 1/λ ഈസ് ഈക്വൽ ടു Ribach's constant ഇൻറ്റു എന്താണ് ഫോർമുല? 1/nf സ്ക്വയർ. ലൈമാൻ സീരീസ് ആകുമ്പോൾ NF 1 ആണ്, മൈനസ് 1/ni². മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാണെന്നുണ്ടെങ്കിൽ മിനിമം എനർജി ഉള്ള മിനിമം ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. അതിന് മിനിമം എനർജി ഡിഫറൻസിലുള്ള ട്രാൻസിഷൻ നടക്കണം. അതിന് ഫസ്റ്റ് ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ വരണം. എവിടുന്ന് വരണം? തൊട്ട് മുകളിൽ നിന്ന്, സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന്. So this is 1 minus 1/4. 1 minus 1/4 then 3/4. 3/4 r. So 1/λ is equal to 3r/4. So first statement ശരിയാണ്. Second statement, maximum wavelength is when the energy gap of the transition is minimum. Yes, ശരിയാണ്. And that happens when the electron makes a transition from 2 to 1. അതും ശരിയാണ്. So statement 1 and statement 2 are true, and the statement 2 is the correct explanation for statement 1. Option A is the right answer. അതിൻ്റെ ആൻസർ എന്താണ്? ആരും ഓപ്ഷനിൽ പറഞ്ഞത് കണ്ടില്ല. എന്ത് പറ്റി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? മുസ്തഖീം, സാറ, റിസ്വാന, സഫ്വാൻ, നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയാതെ പോയി? ഞാൻ ചെയ്ത് കഴിയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആൻസർ പറയുമെന്ന് വിചാരിച്ചു. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആറ്റംസ് എന്നൊക്കെ ചോദിക്കുക. ആറ്റംസ് നിന്ന് ന്യൂക്ലിയർ എന്നൊക്കെ ഡ്യുവൽ നേച്ചർ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരിക്കും. ഷുവറായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
Okay. Ready? നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. A long horizontal straight wire carries a current in the north to south direction. The magnetic field at a point vertically above the wire is. Long straight wire carries a current in the north south direction. ആദ്യം ഞാൻ നോർത്ത് സൗത്ത് നിങ്ങളെ പഠിപ്പിക്കാം. ഈ ബോർഡിനകത്തോട്ട് സ്ക്രീനിനകത്തോട്ട് നോർത്ത്, സ്ക്രീനിന് പുറത്തോട്ട് സൗത്ത്, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഈസ്റ്റ്, ഇവിടുന്ന് റൈറ്റിലോട്ട് വെസ്റ്റ്, ഇത് അപ്പ്, ഇത് ഡൗണ്. ഓക്കെ, അതിന് 3 ഡയമെൻഷനായിട്ട് എടുക്കണം, എന്നാലേ നമുക്ക് ഇതിൽ എല്ലാ ഡയറക്ഷനും പറയാൻ പറ്റുള്ളൂ. Yes, 16th question answer option B. Yes, Zara, right. A long horizontal straight wire carries a current in the north to south direction. കറണ്ട് നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാ. കൃത്യമായി പറഞ്ഞാൽ ഈ പേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ നിന്ന് പുറത്തോട്ട്, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ വയർ സ്ക്രീനിൽ ഇങ്ങനെ പുറത്തോട്ടാ, സ്ക്രീനിൽ പുറത്തോട്ടാ, നിങ്ങളുടെ നേരെയാണ് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യേ, എന്നിട്ട് ഞാൻ എന്ത് വരച്ചിരിക്കുന്നത്? സ്ക്രീനിൽ പുറത്തോട്ടാകുമ്പോൾ ഇങ്ങനെയല്ലേ വരക്കുക? യെസ്, അപ്പോൾ സ്ക്രീനിൽ പുറത്തോട്ട്. റെഡി അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് വേർട്ടിക്കലി അബോവ് ദ വയർ ഈസ്. ഈ പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാ ചോദ്യം. നമുക്കറിയാം പുറത്തോട്ടാണ് കറണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഡയറക്ട്ലി എബവ് ദ വയർ, ഇതിൻ്റെ നേരെ മുകളിലെ കാര്യമാണ് ചോദിച്ചത്. ഇതിൻ്റെ നേരെ മുകളിൽ നിങ്ങൾക്ക് ആ ഡോട്ടഡ് ലൈൻ കാണാൻ പറ്റുന്നത് വിചാരിക്കുന്നു. ഇതിൻ്റെ നേരെ മുകളിലുള്ള ഫീൽഡിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഇതിൻ്റെ നേരെ മുകളിൽ ഫീൽഡ് എങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ടാ ഫീൽഡ്. ഇതേതാ ഡയറക്ഷൻ? വെസ്റ്റ്, ടുവേർഡ്സ് വെസ്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Clear? Yes, question number 17. In a YDSE, Young's double slit experiment, wave optics ഉറപ്പിച്ചോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ എന്നാണ് തോന്നുന്നത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നാണ് അധികം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. പക്ഷേ ഇതിൽ വേറെ ടോപ്പിക് ഉണ്ടല്ലോ, ഡിഫ്രാക്ഷൻ ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. എന്തായാലും കൂടുതൽ ചാൻസ് ഉള്ളത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരാൻ. ഇൻ്റർഫറൻസിനെ ബേസ് ചെയ്ത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വേവ്സ് പഠിച്ചതിന് ശേഷം നേരെ പോയി വേവ് ഓപ്റ്റിക്സ് പഠിക്കുക. വേവ്സ് +1 വേവ്സ് പഠിച്ചതിന് ശേഷം വേവ് ഓപ്റ്റിക്സ് പഠിച്ചതിന് ശേഷം മീൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വേവ്സിലെ ക്വസ്റ്റ്യനും വേവ് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. Okay, in a YDSE the fringe width is 0.5 millimeter. Fringe width beta 0.5 millimeter. അഥവാ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താടാ? ലാംഡ d/d അല്ലേ? ഫ്രിഞ്ച് വിഡ്ത്ത് പറഞ്ഞാൽ ലാംഡ d/d 0.5 millimeter. How many bright fringes are formed in 1 centimeter width on the screen? എത്ര ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ ഉണ്ടാകുന്ന ചോദിച്ചത്. ഓക്കെ, ഡിസ്റ്റൻസിൽ സ്ക്രീനിൽ ഒരു y ഡിസ്റ്റൻസിൽ n ഫ്രിഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. n ബീറ്റകളാണ് ഒരു y ഡിസ്റ്റൻസിലുള്ളത്. എങ്കിൽ n എന്താണ്? n എന്ന് പറഞ്ഞാൽ y ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫ്രിഞ്ച് വിഡ്ത്ത്. n ഫ്രിഞ്ച് വിഡ്ത്തുകൾ ചേർന്നതാണ്, n ഫ്രിഞ്ചുകൾ ചേർന്നതാണ് y എന്നൊരു ഡിസ്റ്റൻസിൽ. ഇത് സെൻട്രൽ മാക്സിമം. ഇവിടെ നിങ്ങളൊരു y ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ y ഡിസ്റ്റൻസിൽ n ഫ്രിഞ്ചുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് n ബീറ്റ വിൽ ബി ഈക്വൽ ടു y. സോ n എന്താണ്? y ബൈ ബീറ്റ. എത്ര ഡിസ്റ്റൻസിലെ കാര്യം ചോദിച്ചത്? 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻² മീറ്റർ ഡിവൈഡഡ് ബൈ എത്ര? ബീറ്റ എന്ന ഫ്രിഞ്ച് വിഡ്ത്ത് ക്വസ്റ്റ്യൻ 0.5 millimeter. അപ്പോൾ 0.5 × 10⁻³ യെസ്. റഷീദ് എന്താടാ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ലടാ. 8 ക്ലാസ് ആണോ? എന്ത് 8 ക്ലാസ്? 8ാം ക്ലാസ് ആണോ എന്നാണോ? 8ാം ക്ലാസ്സോ? എന്തവൻ ചോദിക്കണത്? റഷീദേ ഒന്നുകൂടി കൃത്യമായി ചോദിച്ചോ. ആൻസർ തരാം. 10⁻³ multiplied by 10⁻³ 10⁻³ 10 divided by 0.5. This is equal to 20. Option A is the right answer.
യെസ് മുസ്തഖീം, റിസ്വാന, സാറ. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18. റഷീദ് 8 ക്ലാസ്സാണ്. എന്താണ് ഇവൻ ചോദിക്കുന്നത്? ഇത് 8ാം ക്ലാസ് പഠിച്ചതാ റഷീദേ? ഓക്കെ. Question number 18. The radius of the third stationary orbit of the electron 4 Bohr's atom is r. The radius of the fourth stationary orbit is. Radius of third stationary orbit of the electron. എന്താണ് റേഡിയസ് ഓഫ് nth ഓർബിറ്റ്? റേഡിയസ് ഓഫ് nth ഓർബിറ്റ് a0 n² ആണ്. ഹൈഡ്രജൻ ആറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് z വേണ്ട, a0 n². അപ്പോൾ തേർഡ് ഓർബിറ്റ് r3. അത് ഞാൻ ക്യാപിറ്റൽ R കൊടുത്തു. അത് ഞാൻ a0 ഇൻറ്റു 3² എന്താണ്? 9. അപ്പോൾ 9a0. കുഴപ്പമില്ലല്ലോ. ഇനി റേഡിയസ് ഓഫ് ദ ഫോർത്ത് സ്റ്റേഷനറി ഓർബിറ്റാ. റേഡിയസ് ഓഫ് ഫോർത്ത് സ്റ്റേഷനറി ഓർബിറ്റ് ഈസ് a0 4². a0 ഇൻറ്റു 16. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r4 divided by r is equal to a0 16 divided by 9a0. a0 cancel ആവുന്നു. 16 divided by 9. Radius of fourth orbit is equal to 16 by 9 r. 16 by 9 r. Option A is the right answer. Clear? Yes. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 19. A current I is flowing in a conductor of length L. L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. When it is bent in the form of a circle, then its magnetic moment will be. നോക്കുക, L ലെങ്ത് ഉള്ള ഒരു വയർ, അതിൽ കറണ്ട് ഉണ്ട്. അതിനെ ചുറ്റിയിട്ട് എന്താക്കി? ഒരു സർക്കിളാക്കി മാറ്റി. ലെറ്റ് ഇറ്റ്സ് റേഡിയസ് ബി ആർ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റാ ചോദിച്ചത്. മാഗ്നറ്റിക് മൊമെൻ്റ് എന്താ? ഐ എ. മാഗ്നറ്റിക് മൊമെൻ്റ് I ഇൻറ്റു എ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു, യെസ്, ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് സോഫാർ സാറയാണ് കേട്ടോ. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് സാറയാണ്. ഇതുവരെ പറഞ്ഞ എല്ലാ ആൻസറും കറക്റ്റാണ്. ആദ്യം ആൻസർ ചെയ്യാൻ അധിക ക്വസ്റ്റ്യൻസിലും സാറ ശ്രമിച്ചിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിസ്വാന കെ, അതേപോലെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ. സാറയും റിസ്വാനെയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ മുസ്തഖീമുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. യെസ്, കീപ് ഇറ്റ് അപ്പ്, കീപ് ഗോയിങ്. I ഇൻറ്റു ഏരിയ എന്താണ്? പൈ ഇൻറ്റു r². ഓപ്ഷനിൽ നോക്കിയിട്ട് R കാണുന്നില്ല. R കാണില്ല കാരണം R നമ്മൾ കൊടുത്തതല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് L അല്ലേ. സോ L ഈസ് ഈക്വൽ ടു 2πr. R ഈസ് ഈക്വൽ ടു L/2π. So this is equal to I into pi into r² എന്ന് പറഞ്ഞാൽ L² divided by 4π². ഒരു പൈ ക്യാൻസൽ. IL² divided by 4π. Option A is the right answer. Okay, നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 20. In a series Celsius circuit, the capacitance is changed from C to 4C to keep the resonance frequency unchanged. The new inductance should be. പുതിയ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടി പുതിയ ഇൻഡക്റ്റൻസ്? ടു കീപ് ദ റെസൊണൻസ് ഫ്രീക്വൻസി അൺചേഞ്ച്ഡ്. ആദ്യം നമുക്കറിയണം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC. 1/2π√LC ആണ്. അതിലെന്ത് ചെയ്തു? അവർ കപ്പാസിറ്റൻസ് എന്താക്കി? 4C ആക്കി. സോ ദ ഇൻഡക്റ്റൻസ് എന്താക്കണം? L/4 ആക്കണം. ശരിക്കും ശ്രദ്ധിക്കണേ. യെസ്, 20C തെറ്റിച്ചു. സാറ് തെറ്റിച്ചു. ഈ തൊട്ട് മുന്നേ ഈ ചിരിച്ച് തീയിട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് അടുത്ത ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നുള്ളത്. L/4 റെഡ്യൂസ്ഡ് ബൈ നമ്മളെ റെഡ്യൂസ്ഡ് ടു L/4 എന്ന് പറഞ്ഞാൽ ശരിയാ. റെഡ്യൂസ്ഡ് ടു L/4 എന്ന് പറഞ്ഞാൽ ശരി. ഇത് റെഡ്യൂസ്ഡ് ബൈ എന്നാ ചോദിച്ചത്, കണ്ണു വെച്ചതല്ല.
റെഡ്യൂസ്ഡ് ടു L/4 എന്ന് പറഞ്ഞാൽ ശരിയാ. ഇവിടെ റെഡ്യൂസ്ഡ് ബൈ എന്നാ ചോദിച്ചത്. എന്ന് വെച്ചാൽ എത്ര കുറക്കണം. ഒരു കാര്യം ഉറപ്പാണ്, C4C ആക്കിയിട്ടുണ്ടെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ L എന്താവണം? L/4 ആവണം. L/4 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ചേഞ്ച്? ചേഞ്ച് എന്തായിരിക്കണം? റെഡ്യൂസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ ചേഞ്ചാ കാണേണ്ടത്. റെഡ്യൂസ്ഡ് ടു എന്ന് ചോദിച്ചാൽ L/4. സോ L minus L/4 is equal to 3L divided by 4, reduced by option D, 3/4L. Man of the match റിസ്വാന. ഇഞ്ചോടിഞ്ച് പോരാട്ടെ, രണ്ടാളും കൂടി മത്സരിച്ചു. ആരാ എടുക്കുന്നു നമുക്ക് നോക്കാലോ. ഓക്കെ, നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21. പക്ഷെ ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ചാറ്റ് ബോക്സിൽ മിണ്ടാണ്ടിരിക്കുന്നത്. അവർ വരും, അവരിന് വരാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21. B1, B2 and B3 are the magnetic field. ഇതിൻ്റെ ആൻസർ ഞാൻ കാണട്ടെ. B1, B2 and B3 are the magnetic field due to I1, I2 and I3. Then in Ampere circuit law, integral B dot dl നമുക്കറിയാം mu0 times the current enclosed ആണ്. Magnetic field is net field എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B1 മൈനസ് B2 ആണോ? ഇവിടെ കറണ്ട് പുറത്തോട്ട്, ഇവിടെ കറണ്ട് അകത്തോട്ട്, ലൂപ്പിന് പുറത്ത് കറണ്ട് പുറത്തോട്ട്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നാണ് എനിക്ക് കാണേണ്ടത്. ഇതിൻ്റെ ആൻസർ പല കുട്ടികളും തെറ്റിക്കാറുള്ളതും ആ തെറ്റിച്ചതിനെതിരെ അവർ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കാറുള്ളതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, സിമ്പിൾ ലോജിക്കാണ്. 21 ആൻസർ ഓപ്ഷൻ സി. യെസ്, സാറ വീണ്ടും തെറ്റിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. റിസ്വാന കെ, ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. യെസ് ജസ്ന, ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. കറക്റ്റാണ്. സാറ നോക്ക്, B1 മൈനസ് B2 പ്ലസ് B3 എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ I1 ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും I2 ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും I3 ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെയും വെക്റ്റർ സമ്മാണ് ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മളോട് പോയി നെഗറ്റീവ് ഇടേണ്ട ആവശ്യമുണ്ടോ? സോ B1 പ്ലസ് B2 പ്ലസ് B3. ക്വസ്റ്റ്യൻ നമ്പർ 21 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് തെറ്റിക്കാറുള്ളത്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ തെറ്റിച്ചിട്ടില്ല. കാരണം പല ആളുകളും ഈ ഓപ്ഷനിലോട്ട് പോകും. ആംപീരിയൽ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് മാത്രം എടുത്തിട്ട് B1ൻ്റെയും B2 എന്ന് വെച്ചാൽ I1 ഉണ്ടാക്കുന്ന ഫീൽഡായ B1ൻ്റെയും I2 ഉണ്ടാക്കുന്ന ഫീൽഡായ B2ൻ്റെയും റിസൾട്ടൻ്റ് ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയല്ല ആംപിയർ സർക്യൂട്ടിൽ പറയുന്നത് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. ആംപിയർ സർക്യൂട്ടിലനുസരിച്ച് ഇൻ്റഗ്രൽ B ഡോട്ട് DL എന്ന് പറയുന്നത് mu0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡിന് ഈക്വലായി വരും എന്ന് വിചാരിച്ച് ഇവരൊന്നും ഫീൽഡ് അവിടെ ഉണ്ടാക്കണില്ല എന്നർത്ഥമല്ല. അവിടെ ഏതെല്ലാം കറണ്ട് ഉണ്ടോ ആ കറണ്ട് എല്ലാം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ടൻ്റാ. അല്ലെങ്കിൽ ബയോസവാട്ടിലോ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ബയോസവാട്ടിലോക്ക് എതിരാണ്. ബയോസവാട്ടിൽ ഒരു പോയിന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിന് പരിസരത്തുള്ള എല്ലാ കറണ്ട് എലമെൻസിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ടൻ്റാ. അപ്പോൾ ആ പോയിന്റ് ഓർത്തു വെക്കണം. ഓക്കെ, നോക്കാം സാറാ, തെറ്റിപ്പോയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. The ratio of the nuclear radii of cesium 135 and calcium 40. Ratio of the nuclear radii. So radius of cesium to radius of calcium. And the radius of a nucleus, it is proportional to cube root of mass number. So this is equal to mass number of cesium 135 by mass number of calcium 40 raised to 1/3. 135 40 5 താഴെ 8 എണ്ണം, 5 മുകളിൽ എത്ര ഉണ്ടാകും? 27 എണ്ണം raised to 1/3. Yes, Mustaqim, option B is the right answer. Yes, Rizwana, option B is the right answer. Yes, Zara, option B ശരിയാണ്. 27ൻ്റെ ക്യൂബ് റൂട്ട് 3, 8ൻ്റെ ക്യൂബ് റൂട്ട് 2, 3/2, 1.5. Option B is the right answer. Question number 23. A single slit of width A is illuminated by a monochromatic light of wavelength 600 nanometer. The value of A for which the first minimum appears at 30 degree on the screen is. Okay, A എന്തായിരിക്കണം?
എന്താ ചോദ്യം? ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ദ ഫസ്റ്റ് മിനിമം അപ്പിയേഴ്സ് അറ്റ് 30 ഡിഗ്രി. ഫസ്റ്റ് മിനിമം ഇവിടെ ഉണ്ടാവുകടാ. ഇത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനാ. ഡിഫ്രാക്ഷനിൽ ഫസ്റ്റ് മിനിമം ഉണ്ടാവല് ലാംഡയിലാണ്. ഓക്കെ, nth മിനിമം ഉണ്ടായാൽ ലാംഡയിലാണ് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു എത്ര ലാംഡ എന്ന് പറയുന്നത്? 600 × 10⁻⁹. എന്താ ചോദ്യം? ദ വാല്യൂ ഫോർ വിച്ച് ദ ഫസ്റ്റ് മിനിമം അപ്പിയേഴ്സ്, ദ വാല്യൂ ഫോർ എ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 600 × 10⁻⁹ അല്ലടാ, 9 അല്ലേ? 10⁻⁹, 10⁻⁹ divided by sin theta, sin 30, sin 30 1/2. അപ്പോൾ 6 2 12 കിടന്ന് കളിക്കും. ഓപ്ഷൻ ബി എന്ന് ആൻസർ ചെയ്ത് അടുത്ത ക്വസ്റ്റിലോട്ട് പോയേക്കണം. എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1200 10⁻⁹ ഒരു 1.2 10⁻⁶, 1.2 മൈക്രോമീറ്റർ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, റെഡി? യെസ് മുസ്തഖീം, യെസ് സാറ, yes Rizwana. Option B is the right answer. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 24. when direct current is passed through a spring then it. എന്ത് സംഭവിക്കും? ഒരു ഡയറക്റ്റ് കറണ്ട് ഒരു സ്പ്രിങ്ങിലൂടെ പാസ് ചെയ്താൽ, ഒരു ഡയറക്റ്റ് കറണ്ട് ഒരു സ്പ്രിങ്ങിലൂടെ പാസ് ചെയ്യാണ്. ഒരു സ്പ്രിങ്ങിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഏതാണ് സ്പ്രിങ് എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇതാ. ഓക്കെ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാ സ്പ്രിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് നിങ്ങൾ കാണുകയാണ്. ദ ഫസ്റ്റ് ഫേസ് ഇവിടെ ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എങ്ങനെ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതാണ് സ്പ്രിങ്. ഇതാണ് ഓരോ സ്പ്രിങ്ങിൻ്റെ ചുറ്റുകൾ. ഇതൊന്നാം ചുറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഇങ്ങനെ പോണ്. ഒന്നാമത്തെ ചുറ്റ്, പിന്നെ രണ്ടാമത്തെ ചുറ്റ്, മൂന്നാമത്തെ ചുറ്റ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചുറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഭാഗത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാണുമ്പോൾ ആ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാരണം നമുക്കറിയാം ഇവിടെ ഒരു നോർത്ത് പൊളാരിറ്റി ഉണ്ടാകും. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാരണം നോർത്ത് പൊളാരിറ്റി ഉണ്ടാകും. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാരണം നോർത്ത് പൊളാരിറ്റി. സാറ 24D തെറ്റിപ്പോയി. റിസ്വാനക്ക് 24A കറക്റ്റാണ്. റിസ്വാന തിരിച്ചു വരുന്നുണ്ട്, റിസ്വാന മുന്നോട്ട് വരുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാരണം ഇവിടെ നോർത്ത് പോളാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് നോർത്ത് പോളാണ്. ഇനി രണ്ടാമത്തെ ചുറ്റ് നോക്കുക. ഈ രണ്ടാമത്തെ ചുറ്റിലും ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാരണം നോർത്ത് പോൾ ഉണ്ടാകും. മൂന്നാമത്തെ ചുറ്റ് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ്, അവിടെ നോർത്ത് പോൾ ഉണ്ടാകും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചുറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് നോർത്ത് പോള്, രണ്ടാമത്തെ ചുറ്റിലും ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് നോർത്ത് പോള്, മൂന്നാമത്തെ ചുറ്റിലും ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് നോർത്ത് പോള്. എന്നാൽ ഈ ഒന്നാമത്തെ ചുറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നോർത്ത് പോളാണ്. എന്നാൽ ഇവിടെ നിന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ കാണുന്ന കറണ്ട് ക്ലോക്ക് വൈസാ. ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കറണ്ട് ക്ലോക്ക് വൈസാ. അങ്ങനെ ക്ലോക്ക് വൈസ് കറണ്ട് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സൗത്ത് പോളാ. എന്ന് വെച്ചാൽ ആ സ്പ്രിങ്ങിൻ്റെ ഒരു ടേണിൻ്റെ ഒരു ഭാഗം നോർത്ത് ആണെങ്കിൽ മറ്റേ ഭാഗം സൗത്താ, പിന്നെ അടുത്ത ഭാഗം നോർത്താ. ഈ നോർത്തിനെ ഫസ്റ്റ് ടേണിൻ്റെ സൗത്ത്, രണ്ടാമത്തെ ടേണിൻ്റെ നോർത്ത് അട്രാക്ട് ചെയ്യും. അപ്പോൾ അതാ ഈ രണ്ട് ടേണുകളും അട്രാക്ട് ചെയ്തു. രണ്ടാമത്തെ ടേണിൻ്റെ സൗത്തിനെ മൂന്നാമത്തെ ടേണിൻ്റെ നോർത്ത് അട്രാക്ട് ചെയ്യും. മൂന്നാമത്തെ ടേണിൻ്റെ സൗത്തിനെ നാലാമത്തെ ടേണിൻ്റെ നോർത്ത് അട്രാക്ട് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക? യെസ്, ഇറ്റ് കൺട്രാക്ട്സ്. അത് കൺട്രാക്ട് ചെയ്യും. ഇറ്റ്സ് ലെങ്ത് വിൽ ഡിക്രീസ്, ലെങ്ത് കുറയും. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25. കൺസിഡർ ടു സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സേ വെദർ ദേ ആർ ട്രൂ ഓർ ഫാൾസ്. Statement 1. Integral B dot dl along certain closed loop is 0. Then magnetic field at every point on the loop is 0. തെറ്റാ. ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ പോയിന്റ്സിലും 0 ആണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അവിടെ ബി ഡോട്ട് ഡി എല്ലുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയി പോയിന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താവണമെന്നില്ല, 0 ആവണമെന്നില്ല. ഓക്കെ, അവിടെ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ചെയ്യുമ്പോൾ ബിയും ഡി എല്ലും പെർപെൻഡിക്കുലറായി വരികയാണെന്നുണ്ടെങ്കിലോ ഓക്കെ. അപ്പോൾ ബിയും ഡി പെർപെൻഡിക്കുലർ വരുമ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 ആവും എന്ന് വിചാരിച്ചാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആ പോയിന്റിൽ ഇല്ല എന്നർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ നോക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2
Statement 2, the magnetic field at every point on the loop is 0. ഒരു ലൂപ്പിൽ എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ആംപീരിയൻ ലൂപ്പ് എടുക്കുമ്പോൾ എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ 0 എലോങ് ദ ലൂപ്പ് എന്ന് പറയുന്നു. അത് ശരിയാണ് റിസ്വാന, അത് ശരിയാണ്. ഒരു പോയിന്റിൽ നിങ്ങൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ചെയ്യാണ്, ഒരു ആംപീരിയൻ ലൂപ്പ് എടുത്തു, ആ ആംപീരിയൻ ലൂപ്പിൽ എല്ലാ പോയിന്റിലെയും ബി 0 ആണ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിൽ ബി 0 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് 0 ആവൂലേ, അപ്പോൾ അത് 0 ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഹായ് സിനാൻ. Question number 26. In a Young's double slit experiment, the light from two identical sources. ശരിക്കും ശ്രദ്ധിച്ചോ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. ലൈറ്റ് ഫ്രം ടു ഐഡന്റിക്കൽ സോഴ്സസ് ഈസ് സൂപ്പർ ഇമ്പോസിംഗ് ഓൺ എ സ്ക്രീൻ. Path difference between the two light waves reaching a point on the screen is 7 lambda by 4. The ratio of the intensity at this point to the maximum intensity on the screen is. Ratio of intensity at this point to the maximum intensity. നോക്കട്ടെ, ഒരു പോയിന്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻറ്റൻസിറ്റി ആയ 4I0 എന്ന് ചിലപ്പോൾ നമ്മൾ എഴുതാറുണ്ട്. എന്തായാലും ആ I max അത് 4I0 ആണ്. കൊഹറൻറ്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സോഴ്സിൽ നിന്ന് വരുന്നത് I0 ആയിരിക്കും, അപ്പോൾ 4I0 ആയിരിക്കും. ഇനി ഞാനത് I max ഓർത്തു, I max cos square theta. So this is I divided by I max is equal to cos square theta അല്ലെങ്കിൽ cos square phi. cos square theta അല്ലെങ്കിൽ cos square phi അല്ല, 5/2. cos square phi by 2. ഇതല്ലടാ ഫോർമുല. അതെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫൈൻ്റെ കാര്യം തീരുമാനമാക്കണം. ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസാണ്. ഫേസ് ഡിഫറൻസ് പാത്ത് ഡിഫറൻസിൻ്റെ ടേംസ് നമുക്ക് എഴുതാൻ അറിയാം. 2π by lambda into delta x. This is equal to 2π by lambda into delta x, 7 lambda by 4. This is equal to, yes Rizwana, ഓപ്ഷൻ ഡി ശരിയാണ്. ലാംഡ ക്യാൻസൽ ആകുന്നു. ദിസ് ഈസ് 7π/2. ഇതാണ് ഫേസ് ഡിഫറൻസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ്, ശരിക്കും ശ്രദ്ധിക്കണേ, കോസ്, ഞാനിവിടെ എന്തെല്ലോ കാട്ടിക്കൂട്ടാൻ പോണേ, 7π/2/2, 7π/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു കോസ്, ഇത് ഞാൻ മാറ്റാൻ പോണ്, 7π/4. ഇതിനെനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ, ഇതിനെനിക്ക് 2π മൈനസ് π/4 എന്ന് എഴുതി കൂടെ. യെസ്, കാരണം 4 into 2π, 8π minus π, 7π/4 ഹോൾ സ്ക്വയർഡ്. ദിസ് ഈസ് ഈക്വൽ ടു cos 360 minus theta, cos theta. So this is cos π/4. Okay. Cos π/4 squared. This is equal to 1/√2 into square 1/2. Option D is the right answer. Option D is the right answer. Yes Mustaqim. Yes Zara. Yes Sinan. പറഞ്ഞ ആൻസർ കറക്റ്റാണ്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27. ഇത് ചെയ്ത് മനസ്സിലായില്ലടാ, ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ, ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിനെ നിങ്ങൾ മാറ്റി എഴുതുക, ഇങ്ങനെ ആക്കുക, sin 360 മൈനസ് തീറ്റ കോസ് 360 മൈനസ് തീറ്റ കോസ് തീറ്റ. ഈ കോസ് സൈൻ ആക്കുന്നത് സൈന് കോസ് ആക്കുന്നോ ഒക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അത് ഇനി പഠിക്കുക, അതൊരു പുതിയ സാധനം പഠിക്കില്ല, അത് വളരെ സിമ്പിളായി നിങ്ങൾ ആ ASTC റൂള്, കോസ് തീറ്റ പ്ലസ് π/2, കോസ് തീറ്റ മൈനസ് π/2, സൈൻ തീറ്റ പ്ലസ് π/2, സൈൻ തീറ്റ മൈനസ് π/2, അങ്ങനെ π/2 വെച്ചിട്ടും π വെച്ചിട്ടും 2π വെച്ചിട്ടുള്ള കൺവേർഷൻസ് ഒന്ന് നോക്കി വെച്ചോ. കോസും സൈനും മാത്രം നോക്കിയാൽ മതി, വേറെ നമുക്ക് ആവശ്യം വരില്ല എന്ന് വിചാരിക്കുക നീറ്റ് എക്സാമിന്. അതൊന്നും നോക്കി വെച്ചോ. ഓസിലേഷന്, വേവ്സ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, വേവ് ഒപ്റ്റിക്സ്, ഈ ചാപ്റ്റേഴ്സിലൊക്കെ അറ്റ്ലീസ്റ്റ് ആവശ്യം വരും. ഓസിലേഷന്, വേവ്സ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, വേവ് ഒപ്റ്റിക്സ് ഈ ചാപ്റ്റേഴ്സിൽ ആയിരിക്കും മിക്കവാറും നമുക്കത് ആവശ്യം വരുന്നുണ്ട്. വേറെ ഇത് ആവശ്യം വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യത കുറയും. മേ ബി 2Dയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നേക്കാം. ഓക്കെ, എന്തായാലും ഇത് അറിഞ്ഞു വെക്കുക. വെക്ട്രോളജിബിളിൽ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഓക്കെ, അന്ന് നോക്കി വെച്ചോ. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ആ ASTC റൂള്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27.
Statement 1. At any instant, if the current through an inductor is 0, then the induced EMF will also be 0. തെറ്റ്. സ്റ്റേറ്റ്മെന്റ് 1 നോക്ക്. എനി ഇൻസ്റ്റന്റ് കറണ്ട് ത്രൂ ഇൻഡക്ടർ 0 ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF വിൽ ഓൾസോ ബി 0. അങ്ങനെ പറയാൻ പറ്റൂല. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാം. നോക്കിക്കോ, ഞാൻ ഇങ്ങനെ ഒരു ലൂപ്പ് എടുക്കുന്നു. ഒരു ലൂപ്പ് നല്ലതാ. അപ്പോൾ അതാ ഇങ്ങനൊരു കണ്ടക്ടർ എടുത്തു. ഇങ്ങനെ ഒരു കണ്ടക്ടർ, ഇവിടുന്ന് അകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത്. സപ്പോസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻക്രീസിങ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് 0 ആണ്. ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ, ദിസ് ലൂപ്പ് ഈസ് ഓപ്പൺ. ഇത് ഓപ്പൺ ആണ്. ബട്ട് ഇതിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇതാ ഈ എൻഡും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഇവർ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അതിൽ എന്തുണ്ടാവണമെന്നില്ല? കറണ്ട് ഉണ്ടാണ്. ഇഫ് ദ കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ ഈസ് 0, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടറിൽ കറണ്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇൻഡ്യൂസ്ഡ് EMFും 0 ആവണമെന്നില്ല. ഓപ്പൺ ലൂപ്പിലും എന്തുണ്ടാവാം? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Okay, statement 2. The magnitude of the induced EMF in the inductor is L into di by dt. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 is false, but statement 2 is true. Option D is right answer for question number 27. Question number 28. A beam of unpolarized light of intensity I0 passed through a Polaroid A and then through another Polaroid B, which is oriented so that its principal plane makes an angle of 45 degrees relative to that of A. The intensity of the emergent light. ആദ്യം unpolarized light I0. അതൊരു പോളറോയിഡിലൂടെ കടത്തി വിട്ടു. അപ്പോൾ I0 ഒരു പോളറോയിഡിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിട്ടുണ്ടാകും? I0/2 ആയിട്ടുണ്ടാകും. ഇനി ഈ ലൈറ്റിനെ കടത്തി വിടുന്നത് ഏതിലൂടെയാണ്? 45 ഡിഗ്രി ആംഗിളുള്ള ഒരു പോളറോയിഡിലൂടെയാണ്. നമുക്കറിയാം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താകും? അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന I0/2 ആണ് ഇൻറ്റൻസിറ്റി. ഇവിടെ 45 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു പോളറോയിഡാണുള്ളത്. 45 ഡിഗ്രിയിൽ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ സിംപ്ലസ്റ്റ് ആണ്. 45 ഡിഗ്രിയിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ റിലേഷൻ? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? വരുന്ന റേഡിയേഷൻ്റെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു I0/2 ഇൻറ്റു കോസ് സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ 1/2. സോ ദ ആൻസർ ഈസ് I0/4. ക്വസ്റ്റ്യൻ നമ്പർ 28. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ശരിക്കും മനസ്സിലാക്കി വെക്ക്. Question number 29. Light emerges out of a convex lens. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്നു. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ എമർജ് ചെയ്ത് വരികയാണ്. ഓക്കെ, സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ഇറ്റ്സ് ഫോക്കസ്. ഫോക്കസിലാണ് സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഫോക്കസ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരികയാണ്. റെഡി? ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരികയാണ്. ഷേപ്പ് ഓഫ് ദ എമർജൻറ്റ് വേവ് ഫ്രണ്ട് ഓഫ് ദ ലൈറ്റ് ഈസ്. എമർജൻറ്റ് ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ട് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഇവിടുന്ന് വരുന്നതൊക്കെ പാരലൈറ്റിലൂടെ പോവാ. ഫോക്കസിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ ഇവിടുന്ന് പാരലൈറ്റ് അല്ലേ പോകുന്നുണ്ടാവുക? പാരലൽ ബീംസ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ അല്ലേ? എങ്ങനെ വേവ് ഫ്രണ്ട് ഉണ്ടാവുക? യെസ്, പ്ലെയിൻ വേവ് ഫ്രണ്ട് അല്ലേ ഉണ്ടാവുക. സോ ആൻസർ ഓപ്ഷൻ ഡി, പ്ലെയിൻ വേവ് ഫ്രണ്ട്. Yes, 29, option D is the right answer. Question number 30. If a current of 2 ampere give rise to a magnetic flux of 2 ampere current, ഇത്രയും ഫ്ലക്സ് ഉണ്ടാക്കുന്നു per turn. ശരിക്കും ശ്രദ്ധിക്കണേ. Flux of 5 into 10 raised to minus 5 Weber per turn through a coil having 100 turns. ഒരു ടേണിലെ ഫ്ലക്സ് ആണെന്നുള്ളത് 5 into 10 raised to minus 5. തെറ്റിക്കരുത്, അശ്രദ്ധ വെച്ചിട്ട് തെറ്റിക്കരുത്, വെറുതെ മാർക്ക് കൊണ്ട് കളയരുത്. 2 ആംപിയർ കറണ്ട് ആണ്. ഒരു ടേണിൽ 5 into 10 raised to minus 5 Weber ആണ്. ത്രൂ എ കോയിൽ ഓഫ് 100 ടേൺസ്, ദെൻ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കോയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കോയിൽ എന്ന് പറയുന്നത്. എന്താ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കോയിൽ എന്ന് പറയുന്നത്? ½ L
ഐ സ്ക്വയറാ. ഐ ഇവിടെ ഉണ്ട് 2 ആംപിയർ. എൽ അറിയണം, ഇൻഡക്റ്റൻസ് അറിയണം. എന്താണ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ? സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറണ്ട് അല്ലേ? ഫ്ലക്സ് ബൈ കറണ്ടാണ്. ഇതിലെങ്ങാനും നിങ്ങൾ ഫ്ലക്സിന് പോയിട്ട് 5 × 10⁻⁻5 എന്ന് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ കറണ്ട് 2 എന്ന് കൊടുത്താൽ നിങ്ങളുടെ ഭാഗ്യത്തിന് ഇത് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷന് ഇതിലില്ല, നിങ്ങളുടെ ഭാഗ്യത്തിന്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. നീറ്റ് എക്സാമിന് ഉണ്ടാവും കേട്ടോ. നീറ്റ് എക്സാമിന് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഞാൻ പറയട്ടെ 2+3 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ 5 ഉണ്ടാകും, 6 ഉണ്ടാകും, 1 ഉണ്ടാകും, 23 ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് സയൻറ്റിഫിക് ആയിട്ടൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് വരിക. ഓക്കെ, അപ്പോൾ അതേപോലെ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇത് പഠിച്ച നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ആൻസർ തെറ്റുമ്പോഴല്ലേ നിങ്ങളുടെ മാർക്ക്, അതാണ് നിങ്ങളുടെ ഫോർച്യൂൺ. ഇത് ശ്രദ്ധിക്കാതെ കുറച്ച് പേര് തെറ്റിച്ചാലേ ഇത് ശ്രദ്ധിച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ല മുന്നോട്ട് പോകുള്ളൂ. ആരും തെറ്റരുതെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാം ആയി പോയില്ലേ? അപ്പോൾ നോക്കുക, അപ്പോൾ ഇത് തെറ്റ്. ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണ്. 5 × 10⁻⁻5 × 100 ചെയ്യണം. 100 ടേൺസ് ഉണ്ട്. സോ 100 × 5/2 2.5 2.5 × 10⁻⁻3. ഇത് എല്ലാണ്. എല്ലല്ല ചോദിച്ചത്, യു ആണ് ചോദിച്ചത്. 1/2 × L എത്ര? 2.5 × 10⁻⁻3 × I സ്ക്വയർ. I സ്ക്വയർ എത്ര? 2 സ്ക്വയർ. 2 സ്ക്വയർ എന്താ? 4. 4/2 2. 2 × 2.5 5 × 10⁻⁻3 ജൂൾ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ശ്രദ്ധിക്കണടാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ 5/I എന്ന് എഴുതും. 5 എന്ന് കാണുമ്പോൾ നിങ്ങൾ ആ വെബർ ഉണ്ടല്ലോ എടുത്തുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലോട്ട് പോകും. അങ്ങനെ തെറ്റിക്കരുത്, അങ്ങനെ വെറുതെ തെറ്റിക്കരുത്. വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് കാമായിട്ട് പരീക്ഷ നിന്ന് വൃത്തിയായിട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി നിൽക്കുക. നല്ല പോസിറ്റീവ് വൈബ്സ് പുറത്തോട്ട് കൊടുക്കുക. നെഗറ്റീവ്സ് ഒന്നും ഇങ്ങനെ എടുക്കണ്ട. നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കുക. പല നെഗറ്റീവ്സ് നിങ്ങൾ കേൾക്കും, എസ്പെഷ്യലി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്. നിങ്ങളൊന്നും എടുക്കണ്ട. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ഈ ഒരു ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി നെഗറ്റീവ് ആയിക്കോ. എന്ന് വെച്ചാൽ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണം എന്നൊന്നുമല്ല അർത്ഥം. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാനും വേണ്ടി മുട്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഫുൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക, പോസിറ്റീവ്സ് മാത്രം സംസാരിക്കുക, പോസിറ്റീവ്സ് മാത്രം കൊടുക്കുക. ഫുൾ പോസിറ്റീവ് വൈബ്സ്. ഓക്കെ, എന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും പരീക്ഷ എഴുതുമ്പോഴൊക്കെ. വെറുതെ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ടെൻഷൻ അടിച്ചാൽ ഉള്ളതും നഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ. വെറുതെ സ്ട്രെസ് എടുത്ത് ടെൻഷൻ അടിച്ചാണ്ടിരിക്കാൻ നിൽക്കണ്ട. ഉള്ളതും നഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രെസ് മതി. കുറച്ച് സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ, കുറച്ച് സ്ട്രെസ് നല്ലതാ. എന്തിനാ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യേജ് ഉണ്ടാകും. കേട്ടിട്ടില്ലേ? സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിന്, 1/2 × സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിന് പൊട്ടൻഷ്യേജ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ. കുറച്ച് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കുറച്ച് പൊട്ടൻഷ്യേജ് ഉണ്ടാവും. പോസിറ്റീവ് വൈബ്സ് ഓൺലി മുസ്തഖീം, അത്രേ നമുക്കുള്ളൂ. ഫുള്ള് പോസിറ്റീവ് വൈബ്സ്. കുറച്ച് സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ, എന്നാൽ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാണ്ടാവും. ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ഉണ്ടാക്കണ്ട. കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോയി സ്ട്രെസ് ഉണ്ടാക്കാൻ. സ്ട്രെസ് നിങ്ങൾക്കുണ്ട്, ആ ഉള്ളത് മതി. ഉള്ളത് കുറച്ച് കുറക്കാൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ 31. 2 long straight wire in the figure carries a current I that is decreasing with the time at a constant rate. The circular loops A, B and C all lie in a plane containing the wire. The induced EMF in each of the loops A, B and C is such that. Okay, കറണ്ട് എന്താ ചെയ്യുന്നത്? ഡിക്രീസിങ് ആ. ഇവൻ ഉണ്ടല്ലോ ഇങ്ങോട്ട് പോകുന്ന ഈ കറണ്ട്, അത് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഈ കറണ്ട് കാരണമുള്ള ഫീൽഡ് നോക്ക്. ഇവിടുന്ന് ഇങ്ങോട്ടാ കറണ്ട്, അപ്പോൾ ഫീൽഡ് ഇവിടുന്ന് പുറത്തോട്ടാ, ഇവിടുന്ന് ഫീൽഡ് അകത്തോട്ടാ. എന്ന് പറഞ്ഞാൽ എ എന്ന ലൂപ്പിൽ ഫീൽഡ് പുറത്തോട്ടാ, സി എന്ന ലൂപ്പിൽ ഫീൽഡ് അകത്തോട്ടാ. ആ ഫീൽഡ് ഉണ്ടാക്കിയ കറണ്ട് കുറയുന്നത് കൊണ്ട് ഈ ഫീൽഡ് കുറയാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് വരികയാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് വന്നിട്ട് ആ ഫീൽഡ് കൂട്ടണം. ആ പുറത്തോട്ട് എ എന്ന ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറയുമ്പോൾ
അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് വരും. എന്ത് ചെയ്യും? പുറത്തോട്ട് തന്നെ ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇൻഡ്യൂസ്ഡ് കറണ്ട് വന്നിട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് തന്നെ ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇൻഡ്യൂസ്ഡ് കറണ്ട് വന്നിട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് തന്നെ ഫീൽഡ് അപ്ലൈ ചെയ്യും. പുറത്തോട്ട് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. എന്തിന്? പുറത്തോട്ട് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ. എന്താ കാരണം? പുറത്തോട്ടുള്ള ഫീൽഡ് കുറയാണ്. അപ്പോൾ കുറയാതെ നോക്കണം, അതിന് പുറത്തോട്ട് തന്നെ ഫീൽഡ് അപ്ലൈ ചെയ്യണം. അതിന് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട്. എന്നാൽ ഇവിടെ നോക്ക്, സി എന്ന ലൂപ്പിൽ നോക്ക്, അകത്തോട്ടുള്ള ഫീൽഡ് കുറയാണ്. അപ്പോൾ അകത്തോട്ടുള്ള ഫീൽഡ് കൂട്ടണം. അപ്പോൾ അകത്തോട്ട് ഫീൽഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് കറണ്ട് പാസ് ചെയ്തിട്ട് അകത്തോട്ട് ഫീൽഡ് അപ്ലൈ ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിലുള്ള കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, സിയിലുള്ള കറണ്ട് ക്ലോക്ക് വൈസ്. ബിയിലോ ഇതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ മുകളിൽ പുറത്തോട്ടൊരു ഫീൽഡുണ്ട്, താഴെ അകത്തോട്ട് ഫീൽഡ് ഉണ്ട്. എന്ന് വെച്ചാൽ മുകളിൽ പുറത്തോട്ട് ഫീൽഡ്, താഴെ അകത്തോട്ട് ഫീൽഡ്. അവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഫ്ലക്സ് 0 ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് പല രൂപത്തിൽ പറയാം. ഇവിടുന്ന് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടുന്ന് കറണ്ട് ക്ലോക്ക് വൈസ് വരുമ്പോൾ നെറ്റ് കറണ്ട് 0, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ബി എന്ന ലൂപ്പിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് 0 ആണ്. അപ്പോൾ നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ലൂപ്പ് എ has counterclockwise. Loop A has a counterclockwise EMF. Loop B has no induced EMF. Loop C has a clockwise EMF. Option D is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Question number 32. A closed loop PQRS carrying a current is placed in a uniform magnetic field if the magnetic force on segment P is SR and RQ. Yes, RQ are F1, F2 and F3 respectively, and are in the plane of the paper and along the direction shown the force on the segment QP. നോക്കടാ, ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാ. Point number 1, the net force acting on a current carrying loop in a uniform magnetic field will be 0. ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും if it is in a uniform magnetic field. അപ്പോൾ ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ക്ലോസ്ഡ് ലൂപ്പാണ്. അതിൽ കറണ്ട് കാരണം ആ സെഗ്മെന്റ്സിൽ ഫോഴ്സുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് നെറ്റ് ഫോഴ്സ് എന്താ? 0 ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് എന്താണോ ആ റിസൾട്ടൻറ്റിന് ഈക്വലായ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ടാവണം. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നെറ്റ് ഫോഴ്സ് ഇപ്പം എത്ര ആക്ട് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് നോക്കുക. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എടുക്കുക. അതിൻ്റെ മൂന്നിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എടുത്താൽ എത്ര വരുന്നോ അത്ര തന്നെ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഇവർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടൊരു ഫോഴ്സ് ഉണ്ടാകും. നോക്കുക, ഈ F3ൻ്റെയും F1ൻ്റെയും റിസൾട്ടൻ്റ് എങ്ങോട്ടാണ് ഉണ്ടാവുക? അത് F3ൻ്റെ ഡയറക്ഷൻ ഉണ്ടാകും. F3 മൈനസ് F1. കാരണം F3 കൂടുതലായിരിക്കും, അതിന് ലെങ്ത് കൂടുതലായതുകൊണ്ട്. ഇനി താഴോട്ട് എന്തുണ്ട്? F2 ഉണ്ട്. താഴോട്ട് എന്തുണ്ട്? F2 ഉണ്ട്. ഇവരുടെ റിസൾട്ടൻ്റ് എന്താ? ഇവരുടെ റിസൾട്ടൻ്റ് ഇതാ ഇങ്ങോട്ട്. ഇവരുടെ റിസൾട്ടൻ്റ് ഇതാ ഇങ്ങോട്ട്. ഇതാണ് ഇവരുടെ റിസൾട്ടൻ്റ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് എന്താണോ അതാണ് ഞാനിവിടെ എഫ് നെറ്റ് എന്ന് എഴുതിച്ചിട്ടുള്ളത്. ആ എഫ് നെറ്റ് ഞാൻ മാറ്റി എഫ് എന്ന് മാത്രമാക്കുകയാണ്. അതാണ് എഫ്. ഓക്കെ, ആ എഫ് എന്താണോ അതിന് ഈക്വലായ, ആ റിസൾട്ടൻ്റ് എന്താണോ അതിന് ഈക്വലായ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഈ ലൂപ്പിലുണ്ടാവണം. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് എന്താവണം? അത് ഈ ഫോഴ്സിന് ഈക്വൽ ആണ്. അതെന്താണ്? F3 മൈനസ് F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ്റ്. ഇനി F3 മൈനസ് F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ്റ് എന്താ? F3 മൈനസ് F1ഉം F2ഉം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവരുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് √F3 മൈനസ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. എങ്ങനെ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ആയത്? F3 മൈനസ് F1 ഹോൾ സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എന്ന് പറയുന്നത് F3 മൈനസ് F1 ഹോൾ സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടെ നിന്ന് ഇവരുടെ 3 പേരുടെയും റിസൾട്ടൻ്റ് ആയിക്കൊണ്ട് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതിന് ഈക്വലായി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം PQ എന്ന സൈഡിൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ. ടു ബി ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ലൂപ്പ് 0.
ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആകണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരുടെയും റിസൾട്ടന്റ് ഫോഴ്സിനെ ഇവിടെയുള്ള ഫോഴ്സ് ക്യാൻസൽ ചെയ്യണം. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത് എന്ന് വിചാരിക്കുന്നു. യെസ് സാറ, 32 ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. റിസ്വാന കെ. ഓക്കെ അരവിന്ദ്, ഞാൻ 10 എനിക്ക് വരെ മനസ്സിലായി. ഓ കില്ലാടി തന്നെ. 10 ഇപ്പം തന്നെ ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ +1 +2 എന്നെ പിടിച്ചാൽ കിട്ടില്ലടാ. ഫയറായിരിക്കും ഈ ഫയർ, ചുമ്മാ തീ. അരവിന്ദ് ഡി. പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്. നമ്പർ 33. Power factor of an ideal choke coil that is R is equal to 0 is. പവർ ഫാക്ടർ ഇല്ലടാ. എന്താ പവർ ഫാക്ടർ? കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R/Z ആണ്. R 0 ആണ്. അപ്പൊ പവർ ഫാക്ടർ കോസ് ഫൈ 0 ആണ്. ഓക്കെ റെഡി അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. Yes, question number 34. A certain stable nuclide after absorbing a neutron emits a beta particle and the new nuclide splits spontaneously into 2 alpha particles. The nuclide is. നോക്ക്, ഒരു സ്റ്റേബിൾ ന്യൂക്ലൈഡ് ആഫ്റ്റർ അബ്സോർബിങ് എ ന്യൂട്രോൺ. അപ്പോൾ ഞാൻ ആ ന്യൂക്ലൈഡിനെ XZE എന്ന് പേര് കൊടുത്തു. ആഫ്റ്റർ അബ്സോർബിങ് എ ന്യൂട്രോൺ. റെഡി അല്ലേ? ആഫ്റ്റർ അബ്സോർബിങ് എ ന്യൂട്രോൺ, ഇതൊരു ന്യൂട്രോൺ അബ്സോർബ് ചെയ്യുന്നു, പ്ലസ് ന്യൂട്രോൺ. അപ്പം എന്തായി മാറി? Z തന്നെ A+1. ആറ്റോമിക് നമ്പർ മാറാത്തത് കൊണ്ട് ഇവൻ ZX തന്നെ. എമിറ്റ്സ് എ ബീറ്റ പാർട്ടിക്കിൾ. ഇവൻ ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നു. നോക്ക്, ബീറ്റ മൈനസ് എമിഷൻ നടന്നാൽ Z ഉള്ളത് എന്താകും? Z+1 ആകും. A+1 എന്താകും? A+1 ബീറ്റ എമിഷനിൽ. 34 ആൻസർ ഓപ്ഷൻ ബി. യെസ് സാറാ, വെരി ഗുഡ്, യു ആർ റൈറ്റ്. അപ്പൊ Z+1 ആകുന്നു. ഏത്? ഇതോ? അല്ല, റെഡി അല്ലേ? ഓക്കെ. A+1 നോക്കുക, ഇത് മാസ് നമ്പറിൽ മാറ്റം ഉണ്ടാവില്ല. ബീറ്റ DKയിൽ Z ഉള്ളത് എന്തായി മാറി? Z+1 ആയി മാറി. Z+1 ആയി മാറിയാൽ ഇത് വേറെ ആരോ ആണ്, Y ആണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തത്? ആൻഡ് ദ ന്യൂ ന്യൂക്ലൈഡ് സ്പ്ലിറ്റ് സ്പോണ്ടേനിയസ്ലി ഇൻടു 2 ആൽഫ പാർട്ടിക്കിൾസ്. ഈ പുതിയ ആള് ഇവൻ ഉണ്ടല്ലോ, അവൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആൽഫ പാർട്ടിക്കിളായി മാറി. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ എഴുതുന്നു, ദിസ് ഗിവ്സ്. നോക്കിക്കോളൂ, 2 ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ 2 ഹീലിയം 4 പ്ലസ് 2 ഹീലിയം 4. റെഡി അല്ലേ? 2 ഹീലിയം 4 പ്ലസ് 2 ഹീലിയം 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതാ ഈ ഭാഗം മാത്രം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ബാലൻസ് ചെയ്യുക. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? നോക്ക്, ഇവിടെ 2 + 2 = Z+1, 2 + 2 = Z+1, 4 = Z+1, Z is equal to 4 - 1 3. അപ്പോൾ Z3 ആണ്. Z3 ആണെങ്കിൽ ഒന്നുകിൽ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ ബി. ഇനി അതിൽ ഏതാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ മാസ് നമ്പർ നോക്കണം. മാസ് നമ്പർ നോക്കി, ഇവിടെ A+1, ഇത് 4 + 4. സോ 4 + 4 = A+1. A is equal to 8 - 1 7. A is equal to 7. So option B is the right answer. Question number 35. A particle of mass m, charge q and kinetic energy T enters a transverse uniform antifield of induction B. After 3 seconds, the kinetic energy of the particle will be T. എന്താണ് ഒന്നുമില്ലടാ. പാർട്ടിക്കിൾ മാസ് എം, ചാർജ് ക്യൂ, കൈനറ്റിക് എനർജി ടി, എൻഡേഴ്സ് എ ട്രാൻസ്ഫേഴ്സ് യൂണിഫോം ആന്റിഫീൽഡ് ഓഫ് ഇൻഡക്ഷൻ ബി. മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ടി കൈനറ്റിക് എനർജിയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു. 3 സെക്കൻഡ് കഴിഞ്ഞാൽ
3 സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. മാഗ്നറ്റിക് ഫോഴ്സ് കനോട്ട് ചേഞ്ച് ദ കൈനറ്റിക് എനർജി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. മാഗ്നറ്റിക് ഫോഴ്സിന് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാക്കാനോ സ്പീഡിന് ചേഞ്ച് ഉണ്ടാക്കാനോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാക്കാനോ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഓൺലി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിൾ. ഇറ്റ് ക്യാൻ ഓൺലി ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റൂല. സോ ആൻസർ ടി. Question number 36. A 12-volt battery connected to a coil of resistance 6 ohm. 12 വോൾട്ട് ബാറ്ററി ഒരു കോയിലിൽ 6 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു കോയിലോട്ട് കണക്ട് ചെയ്തു. സ്വിച്ച് ത്രൂ എ സ്വിച്ച് ഡ്രൈവ്സ് എ കോൺസ്റ്റന്റ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അങ്ങനെ അതിലൂടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ കറണ്ട് ഞാൻ വെറുതെ കണ്ടുവെക്കട്ടെ. ആ കറണ്ട് എന്ന് പറയുന്നത് V/R 12/6 ഈക്വൽ ടു 2 ആംപിയർ. ഓക്കെ, ബാക്കി ദ സ്വിച്ച് ഈസ് ഓപ്പൺഡ് ഇൻ 1 മില്ലി സെക്കൻഡ്. ആ സ്വിച്ച് 1 മില്ലി സെക്കൻഡ് കൊണ്ട് ഓപ്പൺ ആക്കി. ഓക്കെ, ദ EMF ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ കോയിൽ ഈസ് 20 വോൾട്ട്. അപ്പോൾ അവിടെ 20 വോൾട്ട് ബാക്ക് EMF ഉണ്ടായി. ഇൻഡ്യൂസ്ഡ് EMF പറഞ്ഞാൽ ബാക്ക് EMF. ഇൻഡക്റ്റൻസാണ് ചോദിച്ചത്. എന്താണ് ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ? ഈസ് ഈക്വൽ ടു L ഇൻറ്റു DI/dt. എല്ലാണ് ചോദിച്ചത്. L ഈസ് ഈക്വൽ ടു E ഇൻറ്റു DT ഡിവൈഡഡ് ബൈ DI. ദിസ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF 20 വോൾട്ട് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 20 ഇൻറ്റു എത്ര സെക്കൻഡ് കൊണ്ടാണ്? 1 മില്ലി സെക്കൻഡ് 10⁻³ ഡിവൈഡഡ് ബൈ DI എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കറണ്ടാ. എന്താ ചേഞ്ച് ഇൻ കറണ്ട്? അവിടെ കണക്ട് ചെയ്തു. കണക്റ്റഡ് ടു എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് ത്രൂ എ സ്വിച്ച് ഡ്രൈവ്സ് എ കോൺസ്റ്റന്റ് കറണ്ട്. ഒരു കോൺസ്റ്റന്റ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ കോൺസ്റ്റന്റ് കറണ്ട് 2 ആംപിയർ. സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ 2 ആംപിയർ കറണ്ട് എന്താകും? 0 ആകും. സോ വാട്ട് ഇസ് ചേഞ്ച് ഇൻ കറണ്ട്? അത് 2. 20/2 10. 10⁻³ 10 into 10⁻³ this is 10 millihenry. Option D is the right answer. Question number 36. Question number 36. Option D is the right answer. Clear allada? Okay അല്ലേ? യെസ്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് വെറും 9 ക്വസ്റ്റ്യൻസ്. അതിൽ 37 കൂടി ചെയ്യുമ്പോൾ ബാക്കി 8 ക്വസ്റ്റ്യൻസ് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ തീർക്കാമെന്ന് വിചാരിക്കുന്നു. മാക്സിമം 15 മിനിറ്റ്സ്. നോക്കാം. ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, ശരിക്കും ശ്രദ്ധിച്ചോ. ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് ടോട്ടൽ 50 ഡിവിഷൻസ് 50 മില്ലി വോൾട്ട് വോൾട്ടേജ് ഇസ് റിക്വയർഡ് ഇൻ എ ഗാൽവനോമീറ്റർ. ഒരു ഗാൽവനോമീറ്ററിൽ 50 ഡിവിഷൻ ഉണ്ട്. ആ 50 ഡിവിഷനും എത്തണമെന്നുണ്ടെങ്കിൽ 50 മില്ലി വോൾട്ട് ആ ഗാൽവനോമീറ്ററിൻ്റെ അക്രോസിൽ കൊടുക്കണം. ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഇഫ് ഇറ്റ്സ് കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് 2 ഡിവിഷൻ പെർ മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ 2 ഡിവിഷൻ വരെ 1 മില്ലി ആംപിയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ഡിവിഷനാണ്. അപ്പോൾ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2 മില്ലി ആംപിയർ അല്ലേ? നോക്ക്, 2 ഡിവിഷൻ പെർ മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ കറണ്ടിന് 2 ഡിവിഷൻ. അപ്പോൾ ആ ഗാൽവനോമീറ്റർ സ്കെയിലിൻ്റെ 1 ഡിവിഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എത്ര കറണ്ടാ? 1/2 മില്ലി ആംപിയറാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഡിവിഷൻ ഉണ്ട്? 50 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ 50 ഡിവിഷൻ എന്ന് പറയുമ്പോൾ എത്ര കറണ്ടാ? 25 മില്ലി ആംപിയറാ. ഡൗട്ടില്ലല്ലോ? ഓക്കെ, അപ്പം 50 ഡിവിഷൻ വരെ എത്തിക്കഴിഞ്ഞാൽ 25 മില്ലി ആംപിയർ കറണ്ടും ഉണ്ടാകും, 50 മില്ലി വോൾട്ട് വോൾട്ടേജും ഉണ്ടാകും എക്രോസിൽ. ഇനി നമുക്ക് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ? റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഈസ് വോൾട്ടേജ് ബൈ കറണ്ട്. വോൾട്ടേജ് ബൈ ആ വോൾട്ടേജ് ഡ്രൈവ് ചെയ്ത് കറണ്ട്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്തിയാൽ എത്ര വോൾട്ടേജ്? 50 മില്ലി വോൾട്ട് അല്ലേ? അപ്പോഴുള്ള കറണ്ട് 25 മില്ലി ആംപിയർ. മില്ലി പോയല്ലോ. 50/25 2 അല്ലേ? വോൾട്ട് പെർ ആംപിയർ ഓം അല്ലേ? സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? യെസ് സാറ, യെസ് റിസ്വാന. Next question, number 38. As per the given graph, choose the correct representation for curve A and curve B. Curve A, curve B. XC reactance of a pure capacitor with an AC source. XL reactance of pure inductor. R ഇംപിഡൻസ് പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല. എക്സി എന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ്, എക്സൽ പറഞ്ഞ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, Z പറഞ്ഞാൽ ഇംപിഡൻസ്.
അപ്പോൾ നോക്കിക്കോ, എ എന്താ നോക്കിക്കേ, ഫ്രീക്വൻസി കൂടുമ്പോൾ ആ റിയാക്റ്റൻസ് കുറയാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ റിയാക്റ്റൻസ് കുറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് എക്സ് സി ആണ്. ബിക്കോസ് എക്സ് സി ഈസ് ഈക്വൽ ടു 1/ωc. ഒമേഗ കൂടുമ്പോൾ എക്സ് സി കുറയും, ഒമേഗ കൂടുമ്പോൾ എക്സ് സി കുറയും, ഒമേഗ കൂടുമ്പോൾ എക്സ് സി കുറയും. അപ്പോൾ കർവ് എ എക്സ് സി ആണ്, കർവ് എ എക്സ് സി ആണ്, കർവ് എ എക്സ് സി ആണ്. ഓപ്ഷൻ എ ഓർ സി. അത് തീരുമാനിക്കുന്നത് ഇനി ബി എന്താന്നുള്ളതാണ്. ബി നോക്കുക, ബി ഇവിടെ ഫ്രീക്വൻസിയും ഈ ഇംപിഡൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഞാൻ പറയുന്നു അത് എക്സ് എൽ ആണ്. ബിക്കോസ് എക്സ് എൽ ഈസ് ഈക്വൽ ടു ഒമേഗ എൽ. ഒമേഗ കൂടുമ്പോൾ എക്സ് എൽ കൂടും. കർവ് ബി എക്സ് എൽ ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Yes, question number 38. An electron having a charge E moves with a velocity v in the positive x direction. Electron charge E moving in the positive x direction. ഇതാണ് വെലോസിറ്റി. അതിന് പിന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇതാണ് പോസിറ്റീവ് വൈ ആക്സിസ്. റെഡി? ഇവിടുന്ന് പുറത്തേക്ക് നിൽക്കുന്നതാണ് പോസിറ്റീവ് സെഡ് ആക്സിസ്, ഇവിടുന്ന് അകത്തോട്ടുള്ളതാണ് നെഗറ്റീവ് സെഡ് ആക്സിസ്. ഇത് അകത്തോട്ടാണ്, ഇത് പുറത്തോട്ടാണ്. നോക്കാം നമുക്ക്. എ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട്സ് ഓൺ ഇറ്റ് ഇൻ ദ പോസിറ്റീവ് വൈ ഡയറക്ഷൻ. ഇവിടെ നിന്നും പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അത്രേ. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. റെഡി? ദ ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ ആക്ഷൻ. ആ ഇലക്ട്രോണിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇലക്ട്രോണിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഞാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എല്ലാം ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ കിട്ടുന്നതാ. ഇപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തിട്ട് തമ്പ് നിൽക്കുന്ന ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ആൻഡ് വി നോ ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോസിറ്റീവ് ചാർജ് വിൽ ബി the direction of magnetic force experienced by a negative charge will be opposite to that by a positive charge. Positive charge experience in the force direction നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ഇൻ ദ ഫോഴ്സ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചെയ്യാതിരിക്കാൻ വഴിയില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇതാ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ പേജിൻ്റെ മേലോട്ട്. അപ്പോൾ 4 ഫിംഗർ നോട്ട്ബുക്കിൻ്റെ പേജിൻ്റെ മേലോട്ട്. ഇനി നോട്ട്ബുക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മിഡിൽ ഫിംഗർ വെക്കണം, കാരണം അതാണ് വെലോസിൻ്റെ ഡയറക്ഷൻ. ഇപ്പം എൻ്റെ തമ്പ് നിൽക്കുന്നത് ഈ പേജിൽ നിന്ന് പുറത്തോട്ടാ, ഈ പേജിൽ നിന്ന് പുറത്തോട്ടാണ് തമ്പ് നിൽക്കുന്നതെങ്കിൽ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് പേജിൽ നിന്ന് പുറത്തോട്ട് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ബട്ട് ദിസ് ഇസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ തമ്പ് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, എന്ന് വെച്ചാൽ ടുവേർഡ്സ് ദ പേജ്, എന്ന് വെച്ചാൽ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സിസ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 40 ശരിക്കും ശ്രദ്ധിച്ചോ. Binding energy per nucleon versus mass number curve for nuclei is shown in the figure. W, X, Y and Z are for nuclei indicated on the curve. ഇത് വെറുതെ കൊടുത്തത്, അതിൻ്റെ ആവശ്യമില്ല. The process that would release energy. എനർജി റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എനർജി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ total binding energy of products should be total binding energy of reactants. ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ആ മോർ സ്റ്റേബിൾ ന്യൂക്ലിയൈ ഫോം ചെയ്തു എന്ന് മനസ്സിലാക്കുക. മോർ സ്റ്റേബിൾ ന്യൂക്ലിയൈ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ എനർജിയുടെ റിലീസ് നടന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നും. Y gives 2Z. Y gives 2Z എന്ന് പറയുമ്പോൾ ഇതാണ് Y, ഇത് 2Z ആയി മാറുന്നു. ഈ കേസിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായാലും ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് റിയാക്റ്റൻസിൻ്റെ ബൈൻഡിങ് എനർജിയേക്കാൾ കുറവാണ്. Y gives X plus Z. W gives X plus Z. W gives X plus Z ഉണ്ട്. W gives 2Y ഉണ്ട്. ഞാൻ പറയുന്നു W gives 2Yക്കാണ് സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. ഈ W gives 2Y എന്നുള്ള ഓപ്ഷൻ ഞാനൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അതിൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് ബൈൻഡിങ് എനർജി ഓഫ് നോക്കാം. ഇവിടുത്തെ ബൈൻഡിങ് എനർജി പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ 120 ഇൻറ്റു അതിൻ്റെ മാസ് നമ്പർ 120. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ 7.5. അപ്പോൾ ഞാൻ എഴുതുന്നു 120 ഇൻറ്റു 7.5. ഇതാണ് റിയാക്റ്റൻ്റ് സൈഡിലെ ബൈൻഡിങ് എനർജി. ഇനി പ്രോഡക്റ്റ് സൈഡ് നോക്കുമ്പോൾ 2Y ആണുള്ളത്. 2Y എന്ന് പറയുമ്പോൾ ഒരു Y എന്ന് പറഞ്ഞാൽ 60 മാസ് നമ്പർ ഇൻറ്റു അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ 8.5 നോക്ക്. ഇത് 60,
ഇവിടെ 8.5. റെഡി? അപ്പോൾ 60 ഇൻറ്റു 8.5 രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ. Okay, so this may be written as 120 into 7.5 എന്ന ബൈൻഡിങ് എനർജി എന്തായി മാറുന്നു? 120. 60 into 2, 120 into 8.5 ആയി മാറുന്നു. യെസ്, ഇവിടെ 120 into 7.5 120 into 8.5 ആയി മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ബൈൻഡിങ് എനർജി കൂടിയിരിക്കുന്നു. ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് കൂടുതലാണെങ്കിൽ അവിടെ എനർജി റിലീസ് ചെയ്യും. ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സൗകര്യം പോലെ ഈ ബി ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കേസിൽ ഇതാ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ്, ടോട്ടൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ നോക്കുന്നത്. ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് ഈ കേസിൽ ലെസ് ദാൻ ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടൻസാ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല എന്ന്. കാരണം പ്രോഡക്ട്സിന് ബൈൻഡിങ് എനർജി കുറവാ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41. ശരിക്കും ശ്രദ്ധിച്ചോ. A long straight wire of radius A carries a steady current I. The current is uniformly distributed across its cross section. The ratio of the magnetic field A by 2 and 2A. Radius A. അപ്പോൾ നോക്ക്, ഇതാണ് സിലിണ്ടറിക്കൽ വയർ, ഇതാണ് ആക്സിസ്, ഇതിൻ്റെ റേഡിയസ് A, ഇതാണ് A/2, ഇതാണ് 2A. A/2ലെ ഫീൽഡ് ഞാൻ B1 എന്ന് കൊടുക്കുകയാണ്, 2Aയിലെ ഫീൽഡ് B2 എന്ന് കൊടുക്കുകയാണ്. B1 എന്ന് പറയുമ്പോൾ അത് ഇൻസൈഡ് ഓഫ് ദ കണ്ടക്ടർ വരുന്ന ഫീൽഡാണ്. ഇൻസൈഡ് എ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് μ0 IR ഡിവൈഡഡ് ബൈ 2πA². ദിസ് ഇസ് ഈക്വൽ ടു μ0 I ഇൻറ്റു R എന്താ A/2 ഡിവൈഡഡ് ബൈ 2πA². അപ്പോൾ ഇതിലൊരു A ക്യാൻസൽ ആയി പോയി. സോ B1 ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 4πA. അവിടെ നിൽക്കട്ടെ. B2 കാണേ. B2 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദിസ് ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ. μ0 I ഡിവൈഡഡ് ബൈ 2πR ആണ് ഫോർമുല. ആ R ഇവിടെ എന്താ? μ0 I ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 2A ഇൻറ്റു 2 4A. സോ μ0 I ഡിവൈഡഡ് ബൈ 4πA. എന്ത് മനസ്സിലായി? μ0 I ബൈ 4πA, μ0 I ബൈ 4πA. ഇവിടുത്തെ ഫീൽഡും സെയിം ആണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. 1:1 റേഷ്യോ. ക്ലിയർ അല്ലടാ? യെസ് റിസ്വാന കെ, യെസ് സാറ. 41 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കേടാ, അവസാനത്തെ ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, 42. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. LC and R represent the physical quantities, inductance, capacitance and resistance respectively. The combination representing the dimension of frequency. Dimension of frequency പറയാൻ ഇത് എളുപ്പമാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന റിലേഷൻ ഉണ്ടല്ലോ, F is equal to 1/2π√LC. ഇതിൻ്റെ ഡയമെൻഷൻ അഥവാ 1/√LCൻ്റെ ഡയമെൻഷൻ ഫ്രീക്വൻസി ഡയമെൻഷനാണ്. 1/√LC എന്ന് പറയുമ്പോൾ LC⁻²1/2. അതിൻ്റെ ഡയമെൻഷൻ ഇതിൻ്റെ ഡയമെൻഷനാണ്, ഫ്രീക്വൻസിൻ്റെ ഡയമെൻഷനാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ് സാറ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദർ ഈസ് എ 5 ohm റെസിസ്റ്റൻസ് ഇൻ ആൻ AC. ഒരു AC-യിൽ 5 ohm റെസിസ്റ്റൻസ് ഉണ്ട്. സർക്യൂട്ടിൻ്റെ ഇൻഡക്റ്റൻസ് 0.1 ഹെൻറി. Equation of the alternating EMF of 5 sin 50t. Phase difference between the current and the EMF. Tan phi is equal to XC minus XL. X ഇവിടെ ഇല്ല, L-ഉം R-ഉം മാത്രം. അപ്പോൾ XL ഡിവൈഡഡ് ബൈ R. ഫേസ് ഡിഫറൻസ് അല്ലേ ചോദിച്ചത്? ഇന്നത്തെ സെഷൻ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിനൊരു സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ XL എന്ന് പറഞ്ഞാൽ ωL ഡിവൈഡഡ് ബൈ R. ഒമേഗ എന്ന് പറഞ്ഞാൽ 50, ഇൻഡക്റ്റൻസ് 0.1 അല്ലേ? ഇൻഡക്റ്റൻസ് 0.1. ഇവിടുന്ന് ഒമേഗ കിട്ടിയത് ദ ഒമേഗ 5 sin 50t ഡിവൈഡഡ് ബൈ R. 5 ആണ്, അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞാൽ tan phi 1 ആണ്. 5 is equal to π/4. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 44. The intensity of the central fringe obtained in a diffraction pattern due to single slit. എടാ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ സെൻട്രൽ മാക്സിമത്തെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി കുറവല്ലേ? സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരൂലേ?
അല്ലേ? എന്നാൽ YDSEയിലോ YDSEയിൽ എല്ലാ ഫ്രിഞ്ചിൻ്റെയും ഇൻറ്റൻസിറ്റി മീൻസ് എല്ലാ മാക്സിമത്തിലും ഇൻറ്റൻസിറ്റി സെയിമാ, എല്ലാ മിനിമത്തിലും ഇൻറ്റൻസിറ്റി 0 ആണ്. എന്നാൽ ഇവിടെ എല്ലാ മാക്സിമം ഒരേപോലെയാണുള്ളത്. അല്ല, സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാ, ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ മാക്സിമ. ക്വസ്റ്റ്യൻ നമ്പർ 44 ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർത്തിപ്പോയല്ലേ? ഇതും കൂടി കണ്ടിട്ട് പൊക്കോ. ഇൻ YDSE how many maximas can be obtained on a screen on both sides of the central bright fringe if lambda is equal to 200 angstrom and d is equal to 700 angstrom? Okay, how many maxima, എത്ര മാക്സിമ കാണാൻ പറ്റും ഇൻക്ലൂഡിങ് സെൻട്രൽ മാക്സിമ ഓൺ എ YDSE എക്സ്പെരിമെൻറ്റ്? ഇൻ എ YDSE എക്സ്പെരിമെൻറ്റ് മാക്സിമ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണം. അതിന് d sin θ എന്തിന് ഈക്വൽ ആവണം? d sin θ ഈസ് ഈക്വൽ ടു n ലാംഡയ്ക്ക് ഈക്വൽ ആവണം. ഞാൻ sin θ കാണാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? sin θ കാണാം. എന്തിനാണ് sin θ കാണുന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കിട്ടും. എന്താ കാര്യം നോക്ക്. ഇവിടെ ലാംഡ ബൈ ഡി ചെയ്താൽ 2/7 എന്നല്ലേ വരിക, അല്ലേ? എന്ന് വെച്ചാൽ sin θ എന്ന് പറഞ്ഞാൽ 2/7. ദിസ് മേ ബി റിട്ടൺ ആസ് 2n ഡിവൈഡഡ് ബൈ 7. അപ്പോൾ sin θ 2n/7 വരെ ആവാം. അതിനനുസരിച്ചിട്ടുള്ള എന്നിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു കാര്യം നമുക്കറിയാം, ഈ sin θൻ്റെ വാല്യൂ -1 ഈക്വലോ അതിനേക്കാൾ കൂടുതലോ വരും sin θൻ്റെ വാല്യൂ. എന്നാൽ 1 ഈക്വലോ അതിനേക്കാൾ കുറവായിരിക്കും. റെഡി അല്ലേ? യെസ് റിസ്വാന, ഓപ്ഷൻ ബി ശരിയാണ്, കറക്റ്റാണ്. എന്നാൽ sin θ ഇവിടെ എന്താ? 2n/7. സോ ഐ ക്യാൻ റൈറ്റ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n/7. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതൊന്ന് ഞാനൊന്ന് മാറ്റി എഴുതാൻ പോകുന്നത്. ദിസ് ഇസ് -7/2. ഈ 2/7 ലെഫ്റ്റോട്ട് റൈറ്റിലോട്ട് എടുക്കണേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7/2. ദാറ്റ് ഈസ് -3.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.5. n 3.5 അതിനേക്കാൾ കുറവോ ആകണം. 3.5 എന്ന് പറയുന്നൊരു മാക്സിമ അല്ലെങ്കിൽ 3.5 എന്ന് പറയുന്നൊരു മാക്സിമ സെൻട്രൽ മാക്സിമത്തിന് മുകളിലോ താഴെ കിട്ടോ? ഇല്ല. ഫസ്റ്റ് മാക്സിമം ഉണ്ട്, സെക്കൻഡ് മാക്സിമം ഉണ്ട്, n=3 ആകുമ്പോൾ തേർഡ് മാക്സിമം ഉണ്ട്, പിന്നെ n=3.5 ആകുമ്പോൾ ഒരു മാക്സിമം ഉണ്ടാവോ? ഉണ്ടാവില്ല. n=4 പിന്നെ ഉണ്ടാവുക. അപ്പോൾ 3.5 നമുക്ക് ഒഴിവാക്കാം, തൊട്ട് ബാക്കിലുള്ളത് 3 എടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവം ഇതാണ്. ഇത് സെൻട്രൽ മാക്സിമ, ഇത് സെൻട്രൽ മാക്സിമ. ഇവിടെ n=1, n=2, n=3. ഞാൻ ഇതിൻ്റെ മുകളിൽ n=4 അവിടെ എത്തൂല. 3.5 വരെ n വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ 3.5 നമ്മൾ എടുക്കുമോ? ഇല്ല. ആ മുകളിലോട്ടൊരു 3, താഴോട്ടൊരു 1, 2, 3. ഇത് ആക്ച്വലി -1 ആട്ടോ. ഇത് ആക്ച്വലി നെഗറ്റീവാണ്, ഇത് ആക്ച്വലി നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ സെൻട്രൽ മാക്സിമർക്ക് എത്ര ഉണ്ട് നോക്കിക്കേ. ഇത് 3, ഇത് 3, 6, 6 3 7. അപ്പം മൊത്തം 7. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ടോട്ടൽ 7. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി? ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് സെഷൻ. ഇനി നിങ്ങളുടെ പരീക്ഷ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടിയിരിക്കുക. പോസിറ്റീവ് വൈബ്സ് ഓൺലി. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. വളരെ റിലാക്സ് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾ ഇതുവരെ എഴുതിയ എക്സാമുകളേക്കാൾ ഏറ്റവും മികച്ച രീതിയിലായിരിക്കും നീറ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടാവുക. ഇതുവരെ നിങ്ങൾ എഴുതിയ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ സ്കോർ ചെയ്തതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് സ്കോറായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന നീറ്റ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിന് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബൈ.